ഹേ ഗായ്സ്, അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്ന മൂവി 2004 പുറത്തിറങ്ങിയ മൈൻഡ് ഹണ്ടേഴ്സ് എന്ന് പറഞ്ഞിട്ടൊരു വേറെ ലെവൽ ത്രില്ലർ മൂവിയാണ് നമ്മളിന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇതിന്റെ വൺ ലൈൻ ഞാനൊന്നും പറയുന്നില്ല. നിങ്ങൾ തമ്പനയിൽ എന്താണോ കണ്ടത് അതിനുശേഷം ഓരോ നിമിഷവും ടെസ്റ്റ് ഉണ്ടായിരിക്കും. ഇത്ര മാത്രമേ പറയുന്നുള്ളൂ. ബാക്കിയെല്ലാം കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്തായാലും പറയാം. അപ്പോൾ സ്റ്റോറിയിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. അതേപോലെ തന്നെ അടുത്തുള്ള ഒരു ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചേക്കുക. അപ്പൊ ഇനി എന്തായാലും നമുക്ക് നേരെ സ്റ്റോറിയിലേക്ക് പോവാം. അപ്പൊ ഈ ഒരു മൂവിയുടെ തുടക്കത്തില് ഒരു വലിയ കാട്, അതുമല്ല രാത്രി സമയം, അതിനകത്ത് ഒരു കാർ മാത്രം ഇങ്ങനെ നിൽക്കുന്നു. ആ ഒരു കാറിനടുത്തേക്ക് ആരും ഒരാൾ നടന്നിങ്ങനെ വരുന്നുണ്ട്. കാണിക്കുമ്പോൾ കാറിനകത്ത് ഒരു പെണ്ണ് നല്ലതുപോലെ കിടന്ന് ഉറങ്ങാണ്. വെളിയിൽ വന്ന ആ ഒരാളാണെങ്കിൽ പെട്ടെന്ന് ആ ഒരു ഡോറിൽ തട്ടുന്നതും ഇവള് പെട്ടെന്ന് പേടിച്ച് എഴുന്നേൽക്കുമ്പോഴത്തേക്കാണ് അത് വേറെ ആരുമല്ല, ഇവർ രണ്ടുപേരും FBI ഏജന്റ് ആണ്. അതുപോലെ ഈ ഒരു പ്രദേശത്ത് തുടർന്ന് ഒരുപാട് നാളായിട്ട് പെൺകുട്ടികൾ കൊല ചെയ്യപ്പെടുന്നുണ്ട്. അതിനെപ്പറ്റി അന്വേഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ രണ്ടുപേരും ഇപ്പോൾ ഇവിടേക്ക് വന്നിട്ടുള്ളത്. അതുമല്ലാതെ ഈ ഒരു സ്ഥലത്ത് ഇതിനു മുന്നേ 2 പെൺകുട്ടികളെ കാണാതായിട്ടുണ്ട്. അവരെയും കണ്ടുപിടിക്കണം. അതുകൊണ്ട് തന്നെ ഓരോ വീടായിട്ട് ഇവർ കയറി ഇറങ്ങി ഇങ്ങനെ അന്വേഷിക്കുകയാണ്. അതുമല്ല, ഇവരുടെ ബോസ് ആയിട്ടുള്ള ഹാരിസ് എന്ന് പറഞ്ഞ ഒരുത്തൻ ഈ അന്വേഷണം എല്ലാം കഴിഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ ബേസ് ക്യാമ്പിലേക്ക് തിരിച്ചു വരണമെന്നും ഇവരോട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവർ പെട്ടെന്ന് ഇവരുടെ അന്വേഷണം ഇങ്ങനെ നടത്തുന്നുണ്ട്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ കാടിന് നടുവിലായിട്ട് ഒരു വലിയ വീട് ഇവർ കാണും. അങ്ങനെ അവിടേക്ക് കൊണ്ടുവന്ന് വണ്ടി നിർത്തിയിട്ട് ഇപ്പൊ ആ ഒരു കാറിലിരിക്കുന്നവൻ അടുത്തുള്ള ആ ഒരു പെണ്ണോട് പറയും, ശരി നീ പോയി അന്വേഷിക്കാൻ പറയുമ്പോൾ കഴിഞ്ഞ വീട്ടിലെ ഇവനാണ് പോയി നോക്കിയിരുന്നത്. അങ്ങനെ അവളായാലും പതിയെ കാറിൽ നിന്നിറങ്ങി ആ ഒരു വീടിനടുത്തേക്ക് നടന്നു പോവാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ മൂവിയിലെ ഹീറോയിൻ സാറ. അങ്ങനെ അവളായാലും നടന്ന് ആ ഒരു വീടിനടുത്തേക്ക് ചെന്നിട്ട് അവളിലെ ഡോറിലിങ്ങനെ തട്ടുമ്പോഴത്തേക്കും ആരും പ്രതികരിക്കുന്നില്ല. അങ്ങനെ അവളായാലും ആ ഒരു വീടിന്റെ മറ്റൊരു ഭാഗത്തേക്ക് വരുമ്പോൾ അവിടെയുള്ള വേസ്റ്റ് ബിന്നില് യൂസ് ചെയ്ത ഒരുപാട് സ്പ്രേ പെയിന്റ് ബോട്ടിൽ ഉണ്ടല്ലോ, അതിങ്ങനെ കിടപ്പുണ്ട്. അങ്ങനെ നോക്കുമ്പോഴത്തേക്കാണ് അടുത്തായിട്ട് ഒരു കാറ് മൂടിയിട്ടേക്കുന്നു. അത് വന്ന് തുറക്കുമ്പോഴത്തേക്കാണ് ആ ഒരു കാറിൽ പുതുതായിട്ട് പെയിന്റ് അടിച്ചിട്ടുണ്ട്. അതിന്റെ നമ്പർ പ്ലേറ്റും പുതിയത് തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ ഇവർ അന്വേഷിക്കുന്ന ആ ഒരു കൊലയാളി ഈ ഒരു വീട്ടിൽ തന്നെയുണ്ട്. ഇപ്പൊ പോലീസിനെ പേടിച്ചിട്ടാണ് ആ ഒരു കാറിന്റെ പെയിന്റും മാറ്റി നമ്പർ പ്ലേറ്റും മാറ്റിയിട്ടുള്ളത്. അങ്ങനെ സാറയായാലും നേരെ തിരിച്ച് ആ ഒരു കാറിനടുത്തേക്ക് വന്നിട്ട് അവളുടെ പാർട്ട്ണറിനോട് ഈ ഒരു കാര്യം പറയുമ്പോഴത്തേക്കും ഈ വീടിനകത്ത് നിന്ന് പെൺകുട്ടികൾ കരയുന്ന ആ ഒരു ശബ്ദം കേൾക്കുന്നു. അങ്ങനെയാണെങ്കിൽ തട്ടിക്കൊണ്ടുപോയിട്ടുള്ള ആ ഒരു പെൺകുട്ടികൾ ഇതുവരെ മരിച്ചിട്ടില്ല. അവരെ രക്ഷപ്പെടുത്താന്ന് പറഞ്ഞ് രണ്ടുപേരും കാറിൽ നിന്ന് ഇറങ്ങി വന്ന ആ ഒരു ഡോറെല്ലാം ചവിട്ടി പൊളിച്ച് അകത്തേക്ക് കയറും. അകത്തേക്ക് ചെന്ന് നോക്കുമ്പോഴത്തേക്കും വളരെ കൊടൂരമായിട്ട് ഒരുപാട് മൃഗങ്ങളെ കൊന്ന് കെട്ടിത്തൂക്കിയെല്ലാം ഇട്ടേക്കുന്നു. അത് കഴിഞ്ഞിട്ട് ഇവർ അവിടെ നിന്ന് മുകളിലത്തെ റൂമിലേക്ക് ചെന്ന് നോക്കുമ്പോൾ ചെറിയ കുട്ടികളെ കളിക്കുന്ന പാവകള്, അതേപോലെ തന്നെ ഒരുപാട് പെൺകുട്ടികളുടെ ഫോട്ടോസ് ഇതെല്ലാം ഒട്ടിച്ചു വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ നടന്നു പോകുമ്പോൾ പലയിടങ്ങളിലായിട്ട് ഈ ഒരു പ്രാവുകളെല്ലാം താമസിക്കുന്നുണ്ട്. അപ്പോൾ മനുഷ്യൻ എങ്ങനെയാണ് ഇവിടെ താമസിക്കുന്നതെന്നാണ് ഇവർ ചിന്തിക്കുന്നത്. അങ്ങനെ കുറച്ചുകൂടി മുന്നിലേക്ക് പോകുമ്പോൾ വീണ്ടും ഒരു പെൺകുട്ടി കരയുന്ന ശബ്ദം. അപ്പൊ ആ ഒരു ശബ്ദം കേൾക്കുന്ന ഈ വീടിന്റെ ബേസ്മെന്റിൽ നിന്നാണ്. അങ്ങനെ രണ്ടുപേരും തോക്കും കൊണ്ട് പതിയെ ആ ഒരു ബേസ്മെന്റിലേക്ക് ഇറങ്ങി ചെന്ന് നോക്കുന്നത് കാണുന്ന കാഴ്ച വേറെ ഒന്നുമല്ല, 2 പെൺകുട്ടികളുടെ ശരീരം അവിടെയുള്ള ബാത്ത് ഡബിൽ ഇങ്ങനെ കിടക്കുന്നു. രണ്ടുപേരും മരിച്ചു. അതുപോലെ കുറച്ച് ദൂരെയായിട്ട് ചെയറിൽ ഒരുത്തൻ ഇരിപ്പുണ്ട്. അവന്റെ കയ്യിൽ തോക്കുണ്ട്. കാണിക്കുമ്പോൾ അവന്റെ മുഖത്ത് ഈ ബുള്ളറ്റ് കയറിയതുപോലെ മുറിഞ്ഞിരിപ്പുണ്ട്. അപ്പൊ അവനും സ്വയം ഷൂട്ട് ചെയ്ത് മരിച്ചതാണെന്ന് മനസ്സിലായി. അതേസമയം ആ ഒരു പാർട്ണർ അവിടെയുള്ള ചുമരിൽ നോക്കുമ്പോഴത്തേക്കും എക്സ്ട്രാ ഒരു 3 ബുള്ളറ്റ് അവിടെ കൊണ്ടതുപോലെ. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഒരാൾ മാത്രമല്ല 2 പേരുണ്ടെന്ന് പറഞ്ഞിട്ട് അവൻ അങ്ങനെ തിരിയുന്നതും പെട്ടെന്ന് പുറകെ നിന്ന് കഥകും തുറന്ന് മുഖംമൂടിയിലിട്ട് ഒരുത്തൻ ഒരു കത്തി കൊണ്ടുവന്ന് സാറയുടെ നെഞ്ചിലേക്ക് ഒരു ഒറ്റ കുത്ത്. അത് കഴിഞ്ഞിട്ട് ആ ഒരു പാർട്ണറും പിന്നെ വന്ന ആ ഒരു കൊലയാളി ഉണ്ടല്ലോ, ഇവര് രണ്ടുപേരും പരസ്പരം ഷൂട്ട് ചെയ്ത് മരിച്ചു വീഴുന്നു. അങ്ങനെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും പെട്ടെന്ന് ഇവിടെയുള്ള ലൈറ്റുകളെല്ലാം ഇങ്ങനെ ഓൺ ആവുകയാണ്. ആ ഒരു സമയത്ത് കത്തിക്ക് കുത്തുകൊണ്ട സാറ പതിയെ എഴുന്നേൽക്കുന്നു. അതേപോലെ തന്നെ ആ ഒരു പാർട്ണർ, വന്ന കൊലയാളി, ഇവരെല്ലാവരും എഴുന്നേൽക്കുന്ന കാണുന്നതും ഇവിടെയാണ് കാണുന്നത് നമുക്കൊരു ടെസ്റ്റ് തന്നത് വേറെ ഒന്നുമല്ല, ഇതൊരു ട്രെയിനിങ് ആയിരുന്നു. കുറച്ച് കഴിയുമ്പോൾ തന്നെ FBI ആളുകളെല്ലാം കൂടി അവിടേക്ക് വന്ന് അവിടെയുള്ള സാധനങ്ങളെല്ലാം ക്ലീൻ ചെയ്ത് എല്ലാം പഴയതുപോലെ തന്നെ ആക്കി വെക്കുകയാണ്. അതുപോലെ നമ്മുടെ സാറ, അവളുടെ പാർട്ണർ, ആ ഒരു കൊലയാളി, ഇവരെല്ലാവരും FBI ഏജന്റ് ആണ്, പുതുതായിട്ട് റിക്രൂട്ട് ആയവര്. അതുമല്ല ഇവർക്കെല്ലാവർക്കും ട്രെയിനിങ് കൊടുക്കുന്നത് ഹാരിസ് എന്ന് പറഞ്ഞ ഇവരുടെ ബോസ് ആണ്. പക്ഷെ ഇപ്പൊ നടന്ന ഈ ഒരു ട്രെയിനിങ്ങില് നമ്മുടെ സാറയും അവളുടെ പാർട്ണറും തോറ്റുപോയി. അതുകൊണ്ട് തന്നെ ഇവരെ രണ്ടുപേരെയും മാറ്റി നിർത്തിയിട്ട് അവരോട് ഇങ്ങനെ സംസാരിക്കുകയാണ്. അവർ ചെയ്ത തെറ്റുകളെല്ലാം ഓരോന്നായിട്ട് പറഞ്ഞ് അവരിങ്ങനെ വഴക്കു പറയുന്നു. അല്ല, ഈ ഒരു വീട്ടിലേക്ക് വരുന്ന സമയത്ത് ഇതിന് വെളിയിൽ 2 കാറുകൾ ഉണ്ടായിരുന്നു. അകത്തേക്ക് വരുമ്പോഴത്തേക്ക് 3 തരത്തിലുള്ള സിഗരറ്റ് പാക്കറ്റുകൾ. ഇതെല്ലാം ഹാരിസായിട്ട് തന്നെ വെച്ച തെളിവുകളാണ്. പക്ഷെ ഇതൊന്നും ഇവർ ശ്രദ്ധിച്ചില്ല. എന്നിട്ട് നിങ്ങൾക്ക് മനസ്സിലായില്ല ഇതിനകത്ത് 2 പേരുണ്ടെന്ന്. അപ്പൊ അതിന് ഇവർക്കൊരു മറുപടി പറയാനായിട്ട് കഴിയുന്നില്ല. അങ്ങനെ അത് കഴിഞ്ഞ് കാണിക്കുമ്പോൾ ഈ ഒരു ബാച്ചിലുള്ള എല്ലാവരെയും വിളിച്ചു വരുത്തി അവർക്കെല്ലാവർക്കും ഈ ഒരു ബിൽഡിങ്ങിൽ അതേപോലെ തന്നെ ടെസ്റ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ അവരുടെ റിയാക്ഷൻ എന്താണ് എന്നുള്ള കാര്യങ്ങളെല്ലാം വീഡിയോ ആയിട്ട് ഇവർക്ക് കാണിച്ചു കൊടുക്കുകയാണ്. എന്നിട്ടിപ്പോ പറയും, സത്യത്തിൽ ഈ ഒരു കാര്യം ഇതിനു മുന്നേ സംഭവിച്ചിട്ടുണ്ട്. അന്ന് ഈ ഒരു കേസ് അന്വേഷിക്കാൻ പോയ യഥാർത്ഥ FBI ഏജന്റുമാര് അവരുടെ തോക്ക് യൂസ് ചെയ്യാതെ 2 നിമിഷം കൊണ്ടാണ് കുറ്റവാളികളെ പിടികൂടിയത്. പക്ഷെ ഈ ഒരു ബാച്ചിൽ പോയ എല്ലാവരും ഏതെങ്കിലും ഒരു അവസരത്തിൽ തോക്ക് യൂസ് ചെയ്തിട്ടുണ്ട്. അതുമല്ലാതെ കുറ്റവാളിയെ ജീവനോടെ പിടിക്കാനും കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഇതിലും ഡിഫറന്റ് ആയിട്ടുള്ള വളരെ ബുദ്ധിമുട്ടുള്ള ട്രെയിനിങ്ങുകൾ ഇനി നിങ്ങൾക്ക് തരാൻ പോവാണ്.
അതിനുവേണ്ടി നിങ്ങളെ എല്ലാവരെയും ഒമേഗ എന്ന് പറഞ്ഞ ഒരു ചെറിയ ദ്വീപിലേക്ക് കൊണ്ടുപോകാൻ പോകുന്നു. അപ്പൊ ഈ ഒരു കാരണങ്ങളെല്ലാം കൊണ്ട് ഇവരെല്ലാവരെയും ഇവിടെ നിന്ന് മറ്റൊരു ദ്വീപിലേക്ക് പുതിയ ട്രെയിനിങ് കൊടുക്കാനായിട്ട് കൊണ്ടുപോവാണ്. അപ്പൊ ആ ഒരു ട്രെയിനിങ് വളരെ ബുദ്ധിമുട്ടായിരിക്കും. ആ ഒരു ദ്വീപിന്റെ പേര് ഒമേഗ. അതും അമേരിക്കൻ പട്ടാളത്തിന് സ്വന്തമായിട്ടുള്ള സ്ഥലമാണ്. അതുകൊണ്ട് നാളെ രാവിലെ തന്നെ നിങ്ങളെ കൊണ്ടുപോകാനായിട്ട് ഇവിടേക്ക് ഹെലികോപ്റ്റർ വരും. അതിൽ എല്ലാവരും അവിടേക്ക് പോകണം. അതുകൊണ്ട് ഇന്നൊരു രാത്രി എല്ലാവരും റെസ്റ്റ് എടുക്കാനായിട്ട് പറയുമ്പോഴത്തേക്കും ഇവരെല്ലാവരും അന്ന് രാത്രി തന്നെ മറ്റൊരു റെസ്റ്റോറന്റിലേക്ക് പോയിട്ട് അവിടെ ഇരുന്ന് ബിയർ എല്ലാം കഴിച്ചിട്ട് മറ്റുള്ള സ്ത്രീകളെല്ലാം ഫ്ലിർട്ട് ചെയ്ത് ആ ഒരു രീതിയിൽ ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കാണ് ഇവരെല്ലാവരും FBI ഏജന്റുമാരാണല്ലോ. അതുകൊണ്ട് തന്നെ അവിടേക്ക് വന്നിട്ടുള്ള അല്ലാത്ത കസ്റ്റമേഴ്സ് ഉണ്ട്. അവരെ ഓരോരുത്തരായിട്ട് നോക്കിയിട്ട് അവരുടെ റിയാക്ഷൻ ലഭിച്ച് അവരെങ്ങനെയുള്ള ആളുകളാണെന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കുകയാണ്. അപ്പൊ ഇവരുടെ കൂട്ടത്തിലുള്ള ഒരുത്തനുണ്ട്. അവൻ പെട്ടെന്ന് ഇവിടെ ഈ ഒരു മുടി കെട്ടിയ ഒരുത്തനുണ്ട്. അവനെ കണ്ടിട്ടാണ് പറയുന്നത്, ശരി അവനെ പറ്റി ഞാൻ പറയാം. അവനെ കണ്ടാൽ ഏകദേശം ഒരു 40-45 വയസ്സുണ്ടാവും. പക്ഷെ അവന് 20 വയസ്സുള്ള പെൺകുട്ടികളോടാണ് താല്പര്യം. ഇല്ലെങ്കിൽ നോക്കിക്കോ എന്ന് പറയുമ്പോഴത്തേക്കാണ് പെട്ടെന്ന് അവനെ മറ്റൊരാണ് വന്ന് കിസ് ചെയ്യാണ്. ഷടാ മഴവിൽ കാവടി ഇവനായിരുന്നു എന്നും പറഞ്ഞിട്ട് ബാക്കിയുള്ള എല്ലാവരും ആ പറഞ്ഞവനുണ്ടല്ലോ അവനെ കളിയാക്കാണ്. ആ ഒരു സമയത്താണ് നമ്മുടെ സാറ വീൽ ചെയറിൽ ഇരിക്കുന്ന ഒരുത്തനുണ്ട്. അവനോട് ഇങ്ങനെ സംസാരിക്കാൻ ശ്രമിക്കുമ്പോഴത്തേക്കാണ് അവന്റെ പേര് വില്ലെന്നാണ്. അവൻ പെട്ടെന്ന് നമ്മുടെ സാറയോട് പറയുന്നത്, നിന്നെ എന്തായാലും ഒരു FBI ഏജന്റ് ആയിട്ട് ഇവർ സെലക്ട് ചെയ്തില്ല. കാരണം ഓഫീസിലിരിക്കുന്ന സമയത്ത് ഈ ഒരു ലിസ്റ്റിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടവരുടെ പേര് ഞാൻ കണ്ടിരുന്നു. പക്ഷെ ആ ഒരു ലിസ്റ്റിൽ നിന്റെ പേരില്ലായിരുന്നു. അതേപോലെ തന്നെ വില്ലെന്ന് പറഞ്ഞ് ഇവന്റെ പേരും ഇല്ലായിരുന്നു. അപ്പൊ ഇവരുടെ രണ്ടുപേരുടെയും പേരില്ല. അതുകൊണ്ട് ഈ ഒരു ട്രെയിനിങ്ങിന് പോയിട്ട് നമുക്ക് രണ്ടുപേർക്കും ഒന്നും ചെയ്യാനില്ല. അങ്ങനെ ഈ ഒരു കാര്യങ്ങളെല്ലാം ഇവർ പറഞ്ഞതിന് ശേഷം ഇപ്പോൾ അടുത്ത ദിവസം കാണിക്കുമ്പോഴത്തേക്കും ഇവർക്ക് പോകാനായിട്ടുള്ള ആ ഒരു ഹെലികോപ്റ്റർ അവിടേക്ക് കൊണ്ട് നിർത്തുന്നു. ഇവരാണെങ്കിലും ബാഗെല്ലാം പാക്ക് ചെയ്തിട്ട് നേരെ അതിനകത്തേക്ക് കയറുമ്പോൾ ഇവരുടെ കൂടെ തന്നെ ഒരു മൊട്ട സതീശൻ, അവന്റെ പേര് ജെൻ എന്നാണ്. എന്തായാലും നമുക്ക് മൊട്ടയെന്ന് തന്നെ വിളിക്കാം. ഇപ്പൊ ഇവനാണെങ്കിലും ഈ ഒരു സിറ്റിയിലെ ഒരു പോലീസ് ഡിപ്പാർട്ട്മെന്റിലെ പ്രധാനപ്പെട്ട ഒരാളാണ്. ഇവരെങ്ങനെയാണ് അവിടെ പോയി ട്രെയിനിങ് എടുക്കാൻ പോകുന്നത് എന്നെല്ലാം ഇവരെ വാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവൻ ഇപ്പോൾ ഇവരുടെ കൂടെ വരുന്നത്. അങ്ങനെ ഇവരുടെ ബോസ് ആയിട്ടുള്ള ഹാരിസ്, ഈ മൊട്ട, ബാക്കിയുള്ള FBI ഏജന്റ് ആവാനായിട്ടുള്ള ബാക്കിയുള്ളവരുണ്ടല്ലോ, ഇവരെല്ലാവരും കൂടി ചേർന്ന് ആ ഒരു ദ്വീപിലേക്ക് പോവാണ്. അപ്പൊ അമേരിക്കൻ പട്ടാളക്കാർ ട്രെയിനിങ് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ദ്വീപ് യൂസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ ഇപ്പൊ അത് യൂസ് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ ഇവർക്ക് ഇത് വാടകയ്ക്ക് കൊടുത്തേക്കാണ് അവരുടെ ട്രെയിനിങ് മറ്റു കാര്യങ്ങൾ എടുക്കാൻ വേണ്ടി. അങ്ങനെ ഇവരെല്ലാവരും ആ ഒരു ദ്വീപിലേക്ക് ചെന്നിറങ്ങിയിട്ട് നടന്നിങ്ങനെ പോകുമ്പോഴത്തേക്കും ഒരു ചെറിയ സിറ്റി പോലെ തന്നെ അത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ മനുഷ്യരെ പോലെ ഒരുപാട് പാവകൾ അവിടെ വെച്ചിട്ടുണ്ട്. കൂടാതെ ഇതെല്ലാം കൺട്രോൾ ചെയ്യാനായിട്ട് റിമോട്ട് അതിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ പാവകൾ അനങ്ങുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കും. അങ്ങനെ ഇവർ ഓരോരുത്തരായിട്ട് നടന്നിങ്ങനെ പോകുമ്പോഴത്തേക്കാണ് ഹാരിസ് ഇപ്പോൾ ഇവരോട് മറ്റൊരു കാര്യം പറയുന്നത്, നമ്മളോടൊപ്പം ഒരാളും കൂടി വരാനുണ്ട്. അയാൾ രാത്രിയെ വരത്തുള്ളൂ. അവന്റെ പേര് പപ്പറ്റിയർ. അതുമല്ല അവൻ ഇതിനു മുന്നേ രണ്ടുപേരെ കൊന്നിട്ടുണ്ട്. ഇനിയിപ്പോ ഒരാളെ കൂടി കൊല്ലാൻ പോവാണ്. അതെന്താണെന്ന് നിങ്ങൾ നാളെ കണ്ടുപിടിക്കണം. ആ ഒരു കുറ്റവാളിയെ FBI എങ്ങനെ കണ്ടുപിടിക്കും, ആ ഒരു രീതിയിൽ നിങ്ങൾ കണ്ടുപിടിക്കണം. അതാണ് ഇവർക്ക് ചെയ്യാനായിട്ടുള്ള ആദ്യത്തെ ടാസ്ക്. അതുമല്ല നമ്മുടെ സാറയുടെ കൂടെ പാർട്ണറായിട്ട് ഒരുത്തനെ കണ്ടിരുന്നല്ലോ, അവനാണ് ഈ ഒരു ടീമിന്റെ ലീഡർ എന്നുള്ള രീതിയിൽ അവനെ മാറ്റുകയും ചെയ്യുന്നു. അങ്ങനെ ഇവരെല്ലാവരും താമസിക്കാനായിട്ടുള്ള ആ ഒരു സ്ഥലത്തേക്ക് നടന്നു വരുന്ന സമയത്താണ് അവിടെ കുറച്ച് നൈട്രജൻ അടങ്ങിയ സിലിണ്ടറുകൾ ഇരിപ്പുണ്ട്. അപ്പൊ ഈ ഒരു നൈട്രജൻ ആരുടെയും ദേഹത്ത് തട്ടിക്കഴിഞ്ഞാല് ആ തട്ടുന്ന ഭാഗം അത്രയും ഐസായിട്ട് മാറി പെട്ടെന്ന് തകർന്നു പോകും. അപ്പൊ ഇതെല്ലാം കണ്ട ഹാരിസ് പറയുന്നുണ്ട്, അതെല്ലാം മിലിറ്ററിക്കാർ യൂസ് ചെയ്യുന്ന ആള്, അതിലൊന്നും നിങ്ങൾ തൊടാൻ നിൽക്കണ്ടെന്ന് പറഞ്ഞിട്ട് ഇവര് താമസിക്കുന്ന ആ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോകും. അങ്ങനെ അകത്തേക്ക് കൊണ്ടുപോകുമ്പോഴത്തേക്കാണ് അവിടെ എല്ലാ സൗകര്യവും ഒരുക്കി വെച്ചിട്ടുണ്ട്. ഈ ഒരു ഫോറൻസിക് ലാബ്, ഹൈടെക് കമ്പ്യൂട്ടർ, ഇങ്ങനെ ഈ ഒരു FBI ഏജന്റുമാർക്ക് എന്തൊക്കെ വേണോ അതെല്ലാം അവിടെ തന്നെ ഉണ്ട്. അപ്പൊ ഇതെല്ലാം വെച്ചിട്ട് ഇവർ ഇവിടെ നടക്കുന്ന ഓരോ കേസുകളായിട്ട് കണ്ടുപിടിക്കുക, അത് മാത്രമാണ് ഇവർ ചെയ്യേണ്ടത്. അതാണ് ഇവർക്ക് കൊടുക്കുന്ന ആ ഒരു ട്രെയിനിങ്. അങ്ങനെ ഈ ഒരു കാര്യങ്ങളെല്ലാം അവർക്ക് കാണിച്ച് അതിനെപ്പറ്റി വിശദമായിട്ട് പറഞ്ഞു കൊടുത്തിട്ട് അടുത്ത തിങ്കളാഴ്ച ഞാൻ തിരിച്ചു വരും. ആ ഒരു സമയത്ത് ഇവിടെയുള്ള എല്ലാ ക്രൈംസും സോൾവ് ചെയ്ത് വെച്ചേക്കണം എന്നും പറഞ്ഞ് അവൻ ആ ഒരു ഹെലികോപ്റ്ററിൽ കയറി പോവുകയും ചെയ്യുന്നു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇതിനകത്ത് കാണിക്കുമ്പോഴത്തേക്കും ഇവരെല്ലാവരും ഇപ്പോൾ രാത്രിയിലേക്കുള്ള ഫുഡെല്ലാം ഇങ്ങനെ റെഡിയാക്കാണ്. ആ ഒരു സമയത്താണ് നമ്മുടെ മൊട്ടയെ നോക്കി ഒരു ടീം ലീഡർ ഉണ്ടല്ലോ, അവനിപ്പോ ചോദിക്കുന്നത്, അല്ല നീ അതിനു വേണ്ടിയിട്ട് എന്ത് ചെയ്തിട്ടാണ് ഞങ്ങളുടെ കൂടെ നിന്നെ ഇവിടേക്ക് കൊണ്ടുവന്നിട്ടുള്ളത് എന്നിങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കും നമ്മുടെ മൊട്ടയാണെങ്കിലും പറയും, ഞാൻ ചെയ്ത കാര്യങ്ങൾ എന്താണെന്ന് കേട്ട് കഴിഞ്ഞാൽ പിന്നെ നിങ്ങളെല്ലാവരും പേടിച്ചു പോവും. അതുകൊണ്ട് ഇപ്പോൾ എന്തായാലും അത് പറയുന്നില്ല. ഓക്കെ, എന്തായാലും സമയം താമസിച്ചു എല്ലാവരും പോയി കിടക്കാൻ പറഞ്ഞിട്ട് എല്ലാവരും ഉറങ്ങാനായിട്ട് പോകുന്ന സമയത്ത് നമ്മുടെ സാറ മാത്രം വെളിയിൽ ഒരു സ്വിമ്മിംഗ് പൂളിന്റെ അടുത്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. ആ ഒരു സമയത്താണ് റായി എന്ന് പറഞ്ഞ ഒരുത്തൻ അവിടേക്ക് വന്നിട്ട് അവളോട് ഇങ്ങനെ സംസാരിക്കുന്നത്. അതുമല്ല അവൾക്ക് സിഗരറ്റ് ഇങ്ങനെ കൊടുക്കുമ്പോഴത്തേക്കും സാറ എന്തായാലും സിഗരറ്റ് യൂസ് ചെയ്യത്തില്ല. അപ്പോഴാണ് സാറ വില്ലെന്ന് പറഞ്ഞ ആ ഒരുത്തൻ ഹാരിസ് എന്തായാലും ഇവളെ ഒരു ഏജന്റ് ആക്കുന്നില്ല എന്നുള്ള കാര്യം ഇപ്പൊ റോയിയോട് അവളിങ്ങനെ പറയുമ്പോഴത്തേക്കാണ് അവൻ പറയുന്നത്, എന്റെ അച്ഛനും അമ്മയും എന്റെ കുട്ടിക്കാലത്ത് തന്നെ മരിച്ചുപോയി. അതുകൊണ്ട് കഷ്ടപ്പെട്ട് വളരുന്നത് എങ്ങനെയാണെന്ന് എനിക്ക് നല്ലതുപോലെ അറിയാം. അതുകൊണ്ട് ഒരിക്കലും നിന്റെ മനസ്സ് തളരരുത് എന്നുള്ള രീതിയിൽ അവൾക്ക് കുറച്ച് മോട്ടിവേഷൻ എല്ലാം കൊടുത്ത് അത് കഴിഞ്ഞ് എല്ലാവരും ഉറങ്ങാനായിട്ട് പോവാണ്. അങ്ങനെ രാത്രി ആകുമ്പോഴത്തേക്കും ആ ഒരു ടീം ലീഡർ ഉണ്ടല്ലോ, അവനിപ്പോ കുളിക്കാനായിട്ട് പോയി നിൽക്കുന്ന സമയത്താണ് അവിടേക്ക് ഈ ഒരു ഗ്രൂപ്പിലെ സാറയല്ലാതെ വേറൊരു പെണ്ണും കൂടി ഉണ്ടല്ലോ, അവളുടെ പേര് നിക്കോൾ എന്നാണ്. അവൾ അങ്ങനെ അവന്റെ അടുത്തേക്ക് വന്നിട്ട് കുറച്ചു നേരം സോപ്പെല്ലാം ഇട്ട് കൊടുത്ത് പിന്നീട് എന്താണ് നടക്കുന്നത് നമുക്കറിയാലോ. അങ്ങനെ ഇപ്പോൾ അടുത്ത ദിവസം കാണിക്കുമ്പോഴത്തേക്കും രാവിലെ തന്നെ എഴുന്നേൽക്കുന്നത് നമ്മുടെ സാറയാണ്. അങ്ങനെ അവൾ വന്ന് പല്ല് തയ്ക്കാന്ന് പറഞ്ഞിട്ട് അവിടെയുള്ള ലൈറ്റ് ഇങ്ങനെ ഓൺ ചെയ്യുമ്പോഴത്തേക്കും അവളുടെ ആ ഒരു കണ്ണാടിയിൽ കാണുമ്പോൾ പുറകിലെ ഒരു പൂച്ചയെ കൊന്ന് കെട്ടിത്തൂക്കിയിട്ടേക്കുന്നു.
ഇത് കണ്ട് അവൾ അലറി വിളിച്ച് ബാക്കി എല്ലാവരും അവിടേക്ക് വരുമ്പോഴത്തേക്കാണ് ഓക്കെ ട്രെയിനിങ് ആണെങ്കിലും അതിനൊരു പരിധിയില്ലേ, ഇതുപോലെ പൂച്ചനെല്ലാം കൊന്നിടുന്നത് എന്തിനാണ് എന്നുള്ള രീതിയിൽ ഇവരിങ്ങനെ പറയുമ്പോഴത്തേക്കാണ് ആ ഒരു പൂച്ചയുടെ വായിൽ ഒരു വാച്ച് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അങ്ങനെ ആ ഒരു വാച്ച് എടുത്ത് നോക്കുമ്പോഴത്തേക്കും അതിനകത്ത് 10 മണി എന്നുള്ള ആ ഒരു ടൈം ഇങ്ങനെ കാണിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവിടെ നടക്കാൻ പോകുന്ന എന്തോ ഒരു ക്രൈം അതിനെ പറ്റിയുള്ളൊരു സൂചനയാണിത് എന്ന് മനസ്സിലാക്കി ഇവരെല്ലാവരും പെട്ടെന്ന് റെഡിയായിട്ട് ആ ഒരു ക്രൈം സീൻ ഏതാണെന്ന് കണ്ടുപിടിക്കാനായിട്ട് ഇങ്ങനെ പോവാണ്. അതുപോലെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഇവരെല്ലാവരും ടീമായിട്ട് പിരിഞ്ഞ് പലയിടങ്ങളിൽ പോയി ഇങ്ങനെ നോക്കുകയാണ്. അങ്ങനെ പോകുമ്പോഴത്തേക്കാണ് നമ്മുടെ വില്ലുണ്ടല്ലോ, അവനിപ്പോ ഒരു റെസ്റ്റോറന്റിനകത്ത് എന്തോ ഒരു കാര്യം കണ്ട് ഇവരെ ഇങ്ങനെ വിളിക്കുമ്പോഴത്തേക്കും എല്ലാവരും അവിടേക്ക് ഒന്ന് നോക്കുന്ന സമയത്ത് അതിനകത്തൊരു പെണ്ണിനെ കൊന്ന് കെട്ടിത്തൂക്കിയിട്ടേക്കുന്നു. ഇതൊരു ട്രെയിനിങ് ആയതുകൊണ്ട് അത് യഥാർത്ഥ ഒരു പെണ്ണൊന്നുമല്ല, അതൊരു പാവയാണ്. ആ ഒരു പാവയെ കൊന്ന് കെട്ടിത്തൂക്കിയതുപോലെ അവിടെ ഇങ്ങനെ വെച്ചേക്കാണ്. അപ്പൊ ഈ ഒരു ക്രൈമിലെ കൊലയാളി ആരാണെന്ന് ഇവർ കണ്ടുപിടിക്കണം. അപ്പോൾ ഓരോരുത്തരും ഓരോ ജോലിയിലായിട്ട് ഇറങ്ങാണ്. ഒരാളാണെങ്കിൽ ഈ ഒരു ഫിംഗർ പ്രിന്റും മറ്റു കാര്യങ്ങളൊക്കെ കിട്ടുമെന്ന് നോക്കുന്നു. ഒരുത്തനാണെങ്കിൽ ഈ ഒരു ഹോട്ടലിൽ അവസാനമായിട്ട് വന്നു പോയത് ആരാണ് എന്നറിയാൻ വേണ്ടി അവിടുത്തെ രജിസ്റ്ററിൽ ചെക്ക് ചെയ്യുന്നു. മറ്റൊരാളാണെങ്കിൽ ആ ഒരു കൊലയാളി ഇപ്പോഴും ഈ ഒരു സ്ഥലത്ത് തന്നെ ഉണ്ടോ ഇല്ലേ എന്നറിയാൻ വേണ്ടി വെളിയിലേക്ക് ഇറങ്ങി പോവാണ്. അപ്പോഴേക്കാണ് പെട്ടെന്ന് അവിടെയുള്ള ഒരു ടേപ്പ് റെക്കോർഡർ ഉണ്ട്, അതിങ്ങനെ പ്ലേ ആകുമ്പോഴത്തേക്കും അതിനകത്ത് നിന്നും ഒരു പ്രത്യേകതരം മ്യൂസിക് ഇങ്ങനെ കേൾക്കാണ്, ഒരു ഹൊറർ മ്യൂസിക്. അപ്പോഴേക്കും ആ ഒരു ടീം ലീഡർ ഉണ്ടല്ലോ, അവൻ പെട്ടെന്ന് ഹാരിസൺ എന്താ ഭ്രാന്ത് പിടിച്ചു, ഇങ്ങനെയെല്ലാം ചെയ്യുന്ന എന്തിനാ എന്ന് പറഞ്ഞിട്ട് ആ ഒരു ടേപ്പ് റെക്കോർഡർ അതിങ്ങനെ ഓഫ് ചെയ്യുന്നതും അതിന്റെ മുന്നിലുള്ള ഒരു ഭാഗം ഇളകി താഴേക്ക് വീഴാണ്. അപ്പോഴേക്കും അത് തട്ടിയിട്ട് അവിടെയുള്ള ഒരു വുഡൻ ബ്ലോക്ക് ഉണ്ട്, അത് തട്ടി ഓരോന്നായിട്ട് ഇങ്ങനെ വീണ് ഇതിങ്ങനെ പോവാണ്. അപ്പൊ ഇതെവിടേക്കാണ് പോകുന്നതെന്ന് ഇവര് നോക്കി ഇങ്ങനെ നിൽക്കുന്നതും ഇതാണെങ്കിൽ വരിയായിട്ട് ഒരുപാട് ദൂരം ഇങ്ങനെ പോയിട്ട് അവസാനം ഒരു പന്തിലേക്ക് വന്നിങ്ങനെ തട്ടുന്നു. അങ്ങനെ ആ ഒരു ബോള് നേരെ താഴേക്ക് ഒന്ന് വീഴുമ്പോഴത്തേക്കും പെട്ടെന്ന് അവിടെയുള്ള ഒരു ഹീലിയം ഗ്യാസ് സിലിണ്ടർ ഉണ്ട്, അത് പെട്ടെന്ന് താഴെ വീണ് അത് ഓപ്പൺ ആയിട്ട് ഇവരുടെ ആ ഒരു ടീം ലീഡർ ഉണ്ടല്ലോ അവന്റെ കാല് മുഴുവനായിട്ട് ഇങ്ങനെ അടിക്കുകയാണ്. അങ്ങനെ അത് അവന്റെ കാലിൽ തട്ടുന്നതും പെട്ടെന്ന് അവൻ വേദന കൊണ്ട് കരയാൻ തുടങ്ങുന്നു. പക്ഷേ മറ്റാർക്കും രക്ഷിക്കാൻ കഴിയുന്നില്ല. ഓടി അടുത്തേക്ക് വരുന്നതിന് മുന്നേ തന്നെ ഈ ഒരു ഗ്യാസ് തട്ടിക്കഴിഞ്ഞാൽ എന്തായാലും ശരീരം തണുത്തുറച്ച് ഐസ് പോലെ ആവുമല്ലോ, അതുപോലെ തന്നെ അവന്റെ ശരീരഭാഗങ്ങൾ ഇപ്പോ തകർന്ന് അവൻ അവിടെ മരിച്ചു വീഴാണ്. അപ്പോഴേക്കും അവിടെയുള്ള ക്ലോക്കിൽ സമയം 10 മണി ആ ഒരു ശബ്ദം ഇങ്ങനെ കേൾക്കുന്നതും ഇതാണ്. അപ്പൊ ഈ ഒരു സൂചനയാണ് ആ ഒരു കില്ലർ അവർക്ക് കൊടുത്തിരുന്നത്, ഓരോ സമയം എത്തുമ്പോഴും ഓരോരുത്തരായിട്ട് മരിക്കും എന്നുള്ള രീതിയിൽ. ഇവരെല്ലാവരും ഒരു ട്രെയിനിങ്ങിന്റെ ഭാഗമായിട്ടാണ് ഇവിടേക്ക് വന്നതെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഇപ്പൊ ഒരുത്തൻ ഇവരുടെ മുന്നിൽ മരിച്ചു കിടക്കുന്നു. ഇത് കണ്ട നിക്കോളിനാണെങ്കിൽ ഒട്ടും സഹിക്കുന്നില്ല, കാരണം രാത്രിയിൽ എന്താണ് സംഭവിച്ചതെന്ന് നമുക്കറിയാലോ. അങ്ങനെ ഇവരായാലും പേടിച്ചിട്ട് അവിടെയുള്ള ഫോൺ എടുത്ത് FBI ഏജന്റിനെ വിളിക്കാമെന്ന് പറഞ്ഞ് ട്രൈ ചെയ്യുമ്പോഴത്തേക്കും കോളും പോകുന്നില്ല. ഇനിയിപ്പോ അടുത്ത ആഴ്ചയല്ലാതെ ഇവിടേക്ക് ആരും തിരിച്ചും വരാൻ പോകുന്നില്ല എന്നുള്ള കാര്യം അവർക്ക് മനസ്സിലായി. അങ്ങനെ അത് കഴിഞ്ഞിട്ട് എല്ലാവരും തിരിച്ച് ആ ഒരു ക്യാമ്പിലേക്ക് തന്നെ വന്ന് നോക്കുമ്പോഴത്തേക്കാണ് അവിടെ ഒരു ടേബിളിന് മുകളിലായിട്ട് ഒരു തകർന്ന വാച്ച് ഉണ്ട്. ഇന്നലെ രാത്രി ഈ ഒരു വാച്ച് ഇവിടെ ഇല്ലായിരുന്നു, ഇപ്പൊ ഈ ഒരു വാച്ച് പുതുതായിട്ട് വന്നതാണ്. അതുപോലെ അതിലെ ടൈം 12 മണിന്ന് ഇങ്ങനെ കാണിക്കുമ്പോഴത്തേക്കും വീണ്ടും എന്തോ ഒരു സൂചന തരുവാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്ത ആൾ ഇനി ഉടനെ മരിക്കാൻ പോകുന്നുണ്ട് എന്ന് മനസ്സിലാക്കി ഇനി എന്തായാലും ഇവിടെ നിന്നിട്ട് കാര്യമില്ല, ഇവിടെ നിന്ന് വെളിയിലേക്ക് പോവാന്ന് പറഞ്ഞ് എല്ലാവരും വെളിയിലേക്ക് വരികയാണ്. കാരണം ഈ ഒരു ദ്വീപിലേക്ക് ഇവർ വരുന്ന സമയത്ത് അവിടെ ഒരു ബോട്ട് കെട്ടിയിട്ടുണ്ടായിരുന്നു. ആ ഒരു ബോട്ടിൽ കയറി എല്ലാവർക്കും പോവാന്ന് പറഞ്ഞ് ഇവർ ആ ഒരു ബോട്ട് കിടക്കുന്നിടത്തേക്ക് ഒരു ചെറിയ പാലമുണ്ട്, അതിന് മുകളിലൂടെ നടന്നിങ്ങനെ പോവാണ്. അങ്ങനെ ഇവരെല്ലാവരും ഓടി വരുന്ന സമയത്ത് റായിയാണ് മുന്നിൽ ഓടുന്നത്. അങ്ങനെ അവൻ ഓടി വരുമ്പോഴത്തേക്കും അവിടെയുള്ള നൂലിൽ കാല് തട്ടി അവിടുത്തെ സെൻസർ വർക്കായിട്ട് പെട്ടെന്ന് ആ ഒരു പാലത്തിൽ ഒരു ബോംബ് വെച്ചിട്ടുണ്ടായിരുന്നു, അതങ്ങ് തകരുന്നതും ഇവരെല്ലാവരും തെറിച്ചു പോകുന്നു. അതുമല്ല ഇതിനകത്ത് നമ്മുടെ സാറ അവൾ തെറിച്ച് വെള്ളത്തിലേക്ക് വന്ന് വീഴുമ്പോഴത്തേക്കാണ് വെള്ളത്തിൽ വീണ ഒരു റിയാക്ഷനും അവളുടെ മുഖത്തില്ല, അങ്ങനെ തന്നെ വെള്ളത്തിനടിയിലേക്ക് മുങ്ങിപ്പോവാണ്. അപ്പോഴേക്കും നമ്മുടെ റായി പെട്ടെന്ന് വെള്ളത്തിലേക്ക് ചാടി ഒരു വിധത്തിൽ സാറയെ വലിച്ച് മുകളിലേക്ക് കൊണ്ടുവരും. അങ്ങനെ മുകളിലേക്ക് കൊണ്ടുവന്നിട്ടാണ് അവളോട് പറയുന്നത്, ഹേയ് ഇപ്പൊ ഒരു കുഴപ്പമില്ല, നീ ഓക്കെ ആണെന്ന് പറയുമ്പോൾ ഇത് കണ്ട നമ്മുടെ മൊട്ടയ്ക്ക് സാറയ്ക്ക് ഈ വെള്ളത്തിൽ വീഴുമ്പോഴത്തേക്കും എന്തോ ഒരു കാര്യം സംഭവിക്കുന്നുണ്ട് എന്നുള്ള കാര്യം മനസ്സിലായി. ഓക്കെ, ഇനി എന്തായാലും ഇവർക്ക് ഈ ഒരു ദ്വീപ് വിട്ട് വെളിയിലേക്ക് പോകാൻ കഴിയത്തില്ല. അതുപോലെ ഇവരെ ഇവിടേക്ക് കൊണ്ടുവന്ന ബോസ് അവിടെ ഹാരിസ് ഉണ്ടല്ലോ, അവനാണ് ഈ ഒരു കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുള്ളത് എന്ന് അവനെ ഇങ്ങനെ സംശയിക്കുമ്പോഴത്തേക്കും ഇവരുടെ കൂടെയുള്ള ഒരുത്തൻ പറയും, അല്ല നമ്മുടെ ഹാരിസ് ഈ ഒരു ദ്വീപ് വിട്ട് പോകുന്നതായിട്ട് നിങ്ങൾ ആരെങ്കിലും കണ്ടിരുന്നു? അവൻ ഹെലികോപ്റ്ററിൽ കയറി പോകുന്നതായിട്ട് ആരെങ്കിലും കണ്ടിരുന്നു? അപ്പോഴാണ് എല്ലാവരും ചിന്തിക്കുന്നത് അത് ശരിയാണ്, അവൻ ഹെലികോപ്റ്ററിൽ കയറുന്നതായിട്ടോ ഒന്നും കണ്ടിട്ടില്ല, പക്ഷെ ഹെലികോപ്റ്റർ ഇവിടെ നിന്ന് പോകുന്നത് മാത്രമേ ഇവര് കണ്ടിട്ടുള്ളൂ. അതേസമയം നമ്മുടെ വീൽ ചെയറിലുള്ള വില്ലി അവന്റെ ആ ഒരു വീൽ ചെയറിനടിയിൽ നിന്ന് ഒരു തോക്ക് പെട്ടെന്ന് എടുക്കുകയാണ്. അപ്പോഴേക്കും ഇവർ ചോദിക്കും, അല്ല ഈ ഒരു തോക്ക് എവിടെ നിന്നാണ് എടുത്തതെന്ന് ചോദിക്കുമ്പോൾ ഞാൻ എവിടെ പോയാലും എന്നോടൊപ്പം ഇതുപോലെ ഒരു തോക്കുണ്ടാവും എന്നും പറഞ്ഞിട്ട് ഇവർ നേരെ തിരിച്ച് ഈ ഒരു ദ്വീപിലേക്ക് തന്നെ വന്നിട്ട് അവിടെയുള്ള ഈ ഒരു ആർമിക്കാരുടെ തോക്കെല്ലാം ശേഖരിച്ചു വെച്ചിരിക്കുന്ന ഒരു സ്ഥലമുണ്ട്, അത് തകർത്ത് അകത്തേക്ക് പോയിട്ട് ഇവർക്ക് ആവശ്യമായിട്ടുള്ള തോക്കും മറ്റു കാര്യങ്ങളിലും എടുത്തു വെക്കുകയാണ്. അതേപോലെ തന്നെ അവിടെ അവരുടെ കയ്യിൽ ഒരു തെർമോ സ്കാനർ ഉണ്ട്. ഈ ഒരു സിറ്റിക്കകത്ത് ജീവിയോ മനുഷ്യനോ അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ എത്ര ദൂരം വെച്ച് വേണമെങ്കിലും ഇത് പെട്ടെന്ന് സ്കാൻ ചെയ്ത് കണ്ടുപിടിക്കാൻ കഴിയും. അങ്ങനെ അത് എടുത്തുകൊണ്ട് വന്നിട്ട് ഈ ഒരു ദ്വീപിന്റെ പല ഭാഗങ്ങളും സ്കാൻ ചെയ്ത് നോക്കുമ്പോഴത്തേക്കും അങ്ങനെ ആരും ഉള്ളതായിട്ട് ഇവർക്ക് കാണാൻ കഴിയുന്നില്ല. അതുമല്ല നേരത്തെ ആ ഒരു ബോട്ടിന്റെ അടുത്തേക്ക് പോകുമ്പോഴത്തേക്കും ആ ഒരു ബോംബ് പൊട്ടിത്തെറിച്ചല്ലോ, അതിൽ റോയിക്ക് കൈക്ക് നല്ല പരിക്കുണ്ട്, അതിന് മരുന്ന് വെച്ച് കൊടുക്കുകയാണ് നമ്മുടെ സാറ. അപ്പോഴേക്കാണ് റോയി അവന് സാറയുടെ ഇഷ്ടമുണ്ടെന്നുള്ള കാര്യം ഓപ്പൺ ആയിട്ട് ഇപ്പൊ പറയുന്നത്. ഇത് കേൾക്കുമ്പോഴത്തേക്കും അവള് ചോദിക്കും, ഓ അപ്പൊ നിനക്ക് എന്നോട് താല്പര്യം ഉണ്ടല്ലേ
എന്നുള്ള രീതിയിൽ ചോദിക്കുമ്പോഴത്തേക്കാണ് അവിടെയുള്ള വാച്ചിൽ 11:45, അതുപോലെ നേരത്തെ കണ്ട ആ ഒരു വാച്ചിൽ 12 മണിന്ന് കാണിച്ചിരുന്നല്ലോ. അതുകൊണ്ട് അടുത്ത സംഭവം നടക്കാൻ വേണം. അതുകൊണ്ട് എല്ലാവരും ഒരു കോമൺ റൂമിലിരുന്നിട്ട് കോഫിയെല്ലാം കുടിക്കുകയാണ്. എന്നിട്ട് പറയും, ഇനിയിപ്പോൾ ആരാ മരിക്കാൻ പോകുന്നത്, ഇനി അടുത്തത് എന്താണ് സംഭവിക്കാൻ പോകുന്നത്. കാണിക്കുമ്പോഴത്തേക്കും ആ ഒരു സമയത്ത് തന്നെ പെട്ടെന്ന് 12 മണിയാവുന്നു. പക്ഷെ ഇവരുടെ കൂട്ടത്തിൽ ആരും മരിച്ചില്ല. അതുമല്ല, ഇവരെല്ലാവരും ഈ ഒരു ദ്വീപിലിറങ്ങി പലയിടങ്ങളിലായിട്ട് നോക്കിയിട്ട് ആരെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. എന്നിരുന്നാലും ഇവർക്ക് സംശയമുണ്ട്, നമ്മളെ കൂടാതെ വേറെ ആരോ ഒരാൾ ഈ ഒരു ദ്വീപിലുണ്ട് എന്നുള്ള രീതിയിൽ എല്ലാവരും പറയുമ്പോഴത്തേക്കാണ് നമ്മുടെ സാറ് പറയുന്നത്, ഈ ഒരു ദ്വീപിൽ നമ്മൾ അന്വേഷിച്ചിട്ട് ഇതുവരെ ആരെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെയാണെങ്കിൽ കൊലയാളി നമ്മളുടെ കൂട്ടത്തിൽ തന്നെ ഉണ്ടെന്ന് പറയുന്നതും എല്ലാവരും പതിയെ തോക്കിലേക്ക് കൈവയ്ക്കാണ്. അപ്പോഴേക്കും വില്ലു പറയും, ആരും ടെൻഷൻ ആവാതെ ഫ്രീ ആയിട്ടിരിക്കാന്ന് പറയുന്ന സമയത്ത് റോയി പെട്ടെന്ന് അവിടേക്ക് വന്ന് തോക്കെടുത്ത് നമ്മുടെ മുട്ടയുടെ നേരെ ഇങ്ങനെ ചൂണ്ടാണ്. എന്നിട്ട് കുറച്ച് ഫയൽസ് എടുത്ത് അവരുടെ മുന്നിലേക്ക് ഇട്ടിട്ടാണ്. എന്നിട്ട് പറയും, നീയാണ് കൊലയാളി എന്ന് എനിക്കറിയാം എന്നും പറഞ്ഞിട്ട് ആ ഒരു ഫയലിൽ ഇപ്പോൾ എന്താണുള്ളതെന്ന് നോക്കുമ്പോഴത്തേക്കാണ് ഈ ഒരു ദ്വീപിന്റെ മാപ്പ്, അതേപോലെ തന്നെ ഓരോ ബിൽഡിങ്ങിന്റെയും ഡിസൈനും സ്ട്രക്ചറും മറ്റു കാര്യങ്ങളെല്ലാം ആ ഒരു ഫയലിലുണ്ട്. അപ്പൊ ഇതെല്ലാം നമ്മുടെ മുട്ടയുടെ കയ്യിലാണുള്ളത്. എന്നിട്ട് ഇവർ ചോദിക്കും, ഇതെല്ലാം നിന്റെ കയ്യിൽ എങ്ങനെ വന്നു, നീയാണ് കൊലയാളി എന്നിങ്ങനെ പറയുമ്പോഴത്തേക്കും മുട്ടയാണെങ്കിലും പെട്ടെന്ന് എഴുന്നേറ്റ് അവന്റെ കയ്യിലുള്ള തോക്കെടുക്കാനായിട്ട് വരുമ്പോൾ എല്ലാവരും അവന്റെ നേർക്ക് തോക്ക് ചൂണ്ടിങ്ങനെ നിൽക്കാണ്. അപ്പോഴേക്കും നമ്മുടെ മുട്ട എഴുന്നേറ്റത് വേറെ ഒന്നും കൊണ്ടല്ല, ആ ഒരു തോക്ക് ടേബിളിൽ വെക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് മുട്ട പറയും, ഇല്ല, നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെ ഒരിക്കലും ഞാനല്ല കൊലയാളി. പക്ഷെ ഈ ഒരു കാര്യം ആരും വിശ്വസിക്കത്തില്ല. നമ്മുടെ റോയി ആണെങ്കിലും മര്യാദയ്ക്ക് മുട്ടിലിരിക്കെ എന്നും പറഞ്ഞിട്ട് അവന്റെ തോക്കെടുക്കുന്ന സമയത്ത് അപ്പൊ തന്നെ നമ്മുടെ മുട്ട പതിയെ ബോധമില്ലാതെ താഴേക്കൊന്ന് വീഴാണ്. എന്താണെന്ന് കാണിക്കുമ്പോഴത്തേക്കാണ് ഇപ്പോൾ ഓരോരുത്തരായിട്ട് ബോധമില്ലാതെ താഴേക്കൊന്ന് വീഴുന്നു. അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത്, ഇവർ ഇത്രയും നേരം കുളിച്ചുകൊണ്ടിരുന്ന ആ ഒരു കോഫിയിലെ ആരോ എന്തോ കലർത്തിയിട്ടുണ്ടായിരുന്നു. അത് കാരണമാണ് ഇവരെല്ലാവരും ഇപ്പോൾ ബോധമില്ലാതെ താഴേക്കൊന്ന് വീഴുന്നത്. അങ്ങനെ ഒരുപാട് മണിക്കൂർ ഇവരെല്ലാവരും ബോധമില്ലാതെ കിടന്നിട്ട് ഇപ്പൊ അവസാനം ഒരുത്ത മാത്രം കണ്ണു തുറക്കാണ്. അവൻ കണ്ണു തുറന്ന് നോക്കുമ്പോഴത്തേക്കും ഇവിടെ എല്ലാവരും മയങ്ങി കിടക്കല്ലേ. അതുപോലെ ടേബിളിലാണെങ്കിൽ ഒരു കൈവിലം കണ്ട് അതെടുത്ത് നമ്മുടെ മുട്ടയുടെ കയ്യിലേക്ക് ഇടാനായിട്ട് ശ്രമിക്കുന്നതും ആ ഒരു സമയത്ത് തന്നെ മുട്ടയും കണ്ണു തുറന്നു. പക്ഷെ അതിനു മുന്നേ തന്നെ അവന്റെ കയ്യിൽ ആ ഒരു വിലം കിട്ടിയിട്ട് ഒരു ചെയറിൽ കൊണ്ട് ഇരുത്തിയേക്കാണ്. ഇപ്പൊ കുറച്ച് കഴിഞ്ഞിട്ട് ബാക്കി എല്ലാവരും കണ്ണു തുറന്നു. എന്നിട്ടും എല്ലാവരും നമ്മുടെ മുട്ടയെ തന്നെയാണ് സംശയിക്കുന്നത്. അപ്പോൾ മുട്ട പറയുന്നുണ്ട്, ഞാൻ നിങ്ങളോട് പോലെ മയങ്ങി വീണത്. അപ്പോൾ ഒരുത്തൻ പറയും, നീ ഞങ്ങളെ വിശ്വസിപ്പിക്കാൻ വേണ്ടി വെറുതെ ട്രിക്ക് ചെയ്താണ് എന്ന് പറയുമ്പോൾ നമ്മുടെ മുട്ട പറയും, ശരി, അങ്ങനെയാണെങ്കിൽ ഈ ഒരു കോഫി ഞാനാണോ ഇട്ടത്. കോഫി ഇട്ടവൻ ദേ അവിടെ ഇപ്പോഴും കിടക്കാണ്. അവനോട് ചോദിക്കുന്നത് പറയുമ്പോഴത്തേക്കും ടേബിളിൽ ഒരുത്തൻ ബോധമില്ലാതെ കിടക്കുന്നുണ്ട്. അവനെ വന്ന് തട്ടി വിളിച്ചിട്ട് അവനെ എഴുന്നേൽപ്പിക്കുമ്പോഴത്തേക്കാണ് അവന്റെ തല ആ ഒരു കഴുത്തിൽ നിന്ന് നേരെ താഴേക്കൊന്ന് വീഴുന്നു. അതുമല്ല, അവന്റെ ശരീരത്താണെങ്കിൽ ഒരു തുള്ളി രക്തം പോലും ഇല്ല. ആ ഒരു രക്തമെല്ലാം കൊലയാളി ഊറ്റിയെടുത്തിട്ടുണ്ട്. അങ്ങനെ ഇവരെല്ലാവരും തിരിഞ്ഞു നോക്കുമ്പോഴത്തേക്കാണ് മറ്റൊരു കാര്യം കാണുന്നത്, അവിടെയുള്ള കണ്ണാടിയിലെ ഈ രക്തം വെച്ചിട്ട് ഒരുപാട് നമ്പറുകൾ ഇങ്ങനെ എഴുതി വെച്ചേക്കുന്നു. അതുമല്ലാതെ അതിനു മുന്നിലെ 2 വാച്ചുകളും തൂക്കിയിട്ടിട്ടുണ്ട്. ആ ഒരു വാച്ചിലാണെങ്കിലോ 6 മണി എന്നുള്ള ടൈമാണ് കാണിക്കുന്നത്. അപ്പോൾ 2 വാച്ചാണെങ്കിൽ അടുത്തത് 2 പേരാണ് മരിക്കാൻ പോകുന്നത്. അതുപോലെ ഇപ്പൊ സമയം എന്താണെന്ന് നോക്കുമ്പോഴത്തേക്കും 5:40, ഇനി 20 മിനിറ്റ് മാത്രമേ ഉള്ളൂ ഇവരുടെ കയ്യിൽ ബാക്കിയുള്ളത്. അതിനു മുന്നേ ആരാണ് കൊലയാളി എന്ന് കണ്ടുപിടിച്ചേ പറ്റൂ. അതിനു വേണ്ടിയിട്ട് നമ്മുടെ മുട്ടയെ നേരെ അവിടെയുള്ള ബേസ്മെന്റ് ഉണ്ട്, അവിടെയുള്ള ഒരു കട്ടിലിൽ കൊണ്ട് കെട്ടിയിട്ടിട്ട് ഇപ്പൊ ആ ഒരു മാപ്പും കാര്യങ്ങളെല്ലാം നീ എന്തിനാ കൊണ്ടു നടക്കുന്നത് എന്നുള്ള കാര്യം ചോദിക്കുമ്പോഴത്തേക്കാണ് നമ്മുടെ മുട്ട ഇപ്പൊ സത്യം പറയുന്നത്, ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റിലുള്ള ഒരു ഓഫീസറാണ് നമ്മുടെ മുട്ട. അതുപോലെ ഇവരുടെ ബോസ് ആയിട്ടുള്ള ഹാരിസ് നിയമത്തിനെതിരായിട്ടുള്ള രീതിയിലുള്ള ഒരുപാട് ട്രെയിനിങ്ങുകൾ ഇവർക്ക് കൊടുക്കുന്നുണ്ട് എന്നുള്ള കാര്യം എങ്ങനെയാ മനസ്സിലാക്കിയിട്ട് അതിനെ പറ്റിയുള്ള കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടും അത് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു മുട്ട ഇവരുടെ ഈ ഒരു ഗ്രൂപ്പിലേക്ക് വന്നിട്ടുള്ളത്. അതും ഹാരിസിന് അറിയത്തില്ല നമ്മുടെ മുട്ട ആ ഒരു ഡിപ്പാർട്ട്മെന്റിലുള്ള ആ ഒരാളാണെന്ന്. പക്ഷെ ഇത്രയും കാര്യം പറഞ്ഞിട്ടും ഇവരാരും അത് വിശ്വസിക്കുന്നില്ല. ഇപ്പൊ നമ്മുടെ റോയി ആണെങ്കിൽ എല്ലാവരെയും വിളിച്ചിട്ട് വാ, ഇനി വെറും 15 മിനിറ്റ് മാത്രമേ ഉള്ളൂ, അതിനു മുന്നേ ആ ഒരു കെണി എന്താണെന്ന് കണ്ടുപിടിച്ച് അത് സ്റ്റോപ്പ് ചെയ്തേ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് ബാക്കി എല്ലാവരെയും വിളിച്ച് അവിടെ എല്ലാം അന്വേഷിക്കാൻ തുടങ്ങാണ്. അതുപോലെ വീൽ ചെയറിലുള്ള നമ്മുടെ വില്ലുണ്ടല്ലോ, അവനെ മാത്രം ഈ ഒരു മുട്ടയുടെ മുന്നിൽ അവർ രക്ഷപ്പെടാതെ നോക്കാൻ വേണ്ടി അവിടെ തന്നെ എഴുതിയിട്ടാണ് ഇവർ മുകളിലേക്ക് പോകുന്നത്. അതേസമയം നമ്മുടെ സാറയാണെങ്കിലോ ഇവിടെ എഴുതിയിരിക്കുന്ന ആ ഒരു നമ്പർ ഉണ്ടല്ലോ, അതിലെന്തെങ്കിലും ഒരു പാറ്റേൺ കിട്ടോ ഇല്ലേ എന്ന് അറിയാൻ വേണ്ടിയിട്ട് അവളിങ്ങനെ നോക്കുകയാണ്. അവളുടെ സഹായത്തിന് വേണ്ടി വേറൊരുത്തും കൂടെ നിൽപ്പുണ്ട്. ബാക്കി എല്ലാവരും ഈ ഒരു കെണി എവിടെയൊക്കെയാണ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് എന്നറിയാൻ വേണ്ടി എല്ലാ ഇടങ്ങളും ഇങ്ങനെ നോക്കുന്നു. അങ്ങനെ എല്ലാവരും പലയിടങ്ങളിലായിട്ട് പോയിട്ട് ആ ഒരു കെണി എവിടെയാണ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് എന്നുള്ള രീതിയിൽ ഓരോ സ്ഥലത്തും പോയി നോക്കുന്നു. എവിടെയും അവർക്ക് കണ്ടുപിടിക്കാൻ കഴിയുന്നില്ല. ഇവിടെ താഴെ ബേസ്മെന്റിലാണെങ്കിൽ നമ്മുടെ വില്ലിപ്പോ മുട്ടയെ നോക്കിയിട്ട് മര്യാദയ്ക്ക് പറഞ്ഞു ആ ഒരു കെണി എവിടെയാണ് വെച്ചിട്ടുള്ളത്, ഇല്ലാന്നുണ്ടെങ്കിൽ നിന്നെ ഞാൻ ഷൂട്ട് ചെയ്യുന്നുള്ള രീതിയിൽ അവൻ ദേഷ്യപ്പെട്ടിരിക്കുമ്പോൾ നമ്മുടെ മുട്ട പറയും, വിൽ, ആവേശത്തിൽ നീ ഒന്നും ചെയ്യരുത്, ഇതൊന്നും ചെയ്തത് ഞാനല്ല, ഞാൻ കുറ്റവാളി അല്ല എന്ന് പറയുമ്പോഴത്തേക്കും വില്ലാണെങ്കിലോ ഇപ്പൊ കുറ്റവാളി അല്ലാന്നുണ്ടെങ്കിലും ഷൂട്ട് ചെയ്യും എന്നുള്ള രീതിയിലാണ് ഇരിക്കുന്നത്. അതേസമയം ഇവരെല്ലാവരും മുകളിൽ ഓരോ സ്ഥലങ്ങളായിട്ട് അന്വേഷിച്ച് പോയിട്ടും ഇവിടെയും അവർക്ക് കണ്ടുപിടിക്കാൻ കഴിയുന്നില്ല. ഇനിയിപ്പോ അന്വേഷിക്കാനായിട്ട് ഈ ഒരു ബിൽഡിങ്ങിൽ ഒരു സ്ഥലം പോലും ബാക്കിയില്ല. അങ്ങനെ എല്ലാവരും വീണ്ടും തിരിച്ച് ആ ഒരു ഹാളിലേക്ക് തന്നെ വരുമ്പോഴത്തേക്കും അതിലൊരുത്തൻ ഇപ്പോൾ നമ്മുടെ സാറെ കണ്ടുപിടിച്ച ആ ഒരു പാറ്റേൺ എല്ലാം വെച്ചിട്ട് അതെന്താണെന്ന് പറയാണ്. ചില നമ്പറുകൾ മാത്രം ഒരു സ്ഥലത്ത് റിപ്പീറ്റ് ആയിട്ട് ഇങ്ങനെ വരുന്നുണ്ട്. അപ്പൊ ഈ ഒരു നമ്പറുകൾ എന്താണെന്ന് ഇങ്ങനെ നോക്കുമ്പോഴത്തേക്കാണ് അത് ലൈറ്റിന്റെ വേഗതയാണ്. അങ്ങനെയാണെങ്കിൽ ലൈറ്റ് വെച്ചിട്ട് എന്തോ ഒരു കാര്യമാണ് അവൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോഴേക്കും സാറ് പറയും, ശരി, അങ്ങനെയാണെങ്കിൽ ഈ ഒരു ബിൽഡിങ്ങിലുള്ള എല്ലാ ലൈറ്റുകളും ഓഫ് ചെയ്യാൻ പറയും.
അങ്ങനെ അവിടെയുള്ള ആ ലൈറ്റുകളെല്ലാം ഓഫ് ചെയ്തതിനു ശേഷം ഒരു UV ലൈറ്റ് ഉണ്ട്, അതെടുത്ത് അവിടെയെല്ലാം ഇങ്ങനെ അടിച്ചു നോക്കുമ്പോഴത്തേക്കാണ് നമ്മുടെ നിക്കോളസിന്റെ ഡ്രസ്സിന് പുറകിൽ എന്ന് പറഞ്ഞിങ്ങനെ എഴുതിയിട്ടുണ്ട്. ഇത് കാണുമ്പോഴത്തേക്കും എല്ലാവരും അവരുടെ ഷർട്ട് ഊരി ഇങ്ങനെ നോക്കുമ്പോഴത്തേക്കും എല്ലാവരുടെ ഡ്രസ്സിലും ഇതുപോലെ ഓരോ വാക്കുകളായിട്ട് ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. അപ്പൊ ഇവരെല്ലാവരും ആ ബോധമില്ലാതെ കിടന്നല്ലോ, ആ ഒരു സമയത്ത് എങ്ങാണ്ട് എഴുതിയതാണ്. ഓക്കെ, എന്തായാലും ഈ ഒരു ഡ്രസ്സെല്ലാം ചേർത്ത് വെച്ചിട്ട് ഇതിന് പുറകിൽ എഴുതിയിരിക്കുന്നത് എന്താണ് എന്നറിയാൻ വേണ്ടി അതിന് ശ്രമിക്കുന്ന ആ ഒരു സമയത്ത് തന്നെ ഇപ്പോൾ സമയം 6 മണിയായി. അതേസമയം ഇതൊന്നും അറിയാതെ ബേസ്മെന്റിൽ രണ്ടുപേരുണ്ടല്ലോ കാണിക്കുമ്പോൾ അവരുടെ ആ ഒരു റൂമിന് പുറത്ത് എന്തോ ഒരു ശബ്ദം കേൾക്കുന്നു. അപ്പോഴേക്കും നമ്മുടെ വില്ലാണെങ്കിലോ എന്താണെന്ന് അറിയാൻ വേണ്ടി വെളിയിലേക്ക് വന്ന് നോക്കുന്നതും അവിടെയുള്ള ലൈറ്റ് എല്ലാം അഴിഞ്ഞ് താഴേക്ക് വന്ന് വീഴാണ്. എന്നിട്ട് അതിലുള്ള വയറെല്ലാം താഴെ സ്പാർക്കായിട്ട് കിടക്കുന്നു. ആ ഒരു സമയത്താണ് ഇതിന് മുകളിലൂടെ പോയിരുന്ന ഒരു പൈപ്പ് ലൈൻ അത് പെട്ടെന്ന് പൊട്ടിയിട്ട് അതിൽ നിന്നുള്ള വെള്ളമെല്ലാം നേരെ താഴെ ഈ ഒരു റൂമിലേക്ക് വന്ന് വീഴും. അതുമല്ല, ഈ ഒരു വെള്ളം പതിയെ പതിയെ ഉയർന്ന് മുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ സ്പാർക്കായിട്ട് കിടക്കുന്ന ആ ഒരു ലൈറ്റിൽ തട്ടിക്കഴിഞ്ഞാൽ മൊത്തത്തിൽ ഷോക്ക് അടിച്ചിട്ട് ഇതിനകത്തുള്ള രണ്ടുപേരും മരിക്കും. അതുപോലെ നമ്മുടെ വില്ലാണെങ്കിലോ ഇപ്പൊ അതിനപ്പുറത്തായിട്ടാണ് നിൽക്കുന്നത്. അപ്പോഴേക്കും ഇത് കണ്ട് നമ്മുടെ വില്ല് പെട്ടെന്ന് തിരിച്ചു വരാണ്ട് ശ്രമിക്കുമ്പോഴത്തേക്കും അതിന് മുന്നേ തന്നെ വെള്ളം അവിടേക്ക് വന്ന് അവന്റെ ആ ഒരു വീൽ ചെയറിൽ തട്ടുമ്പോൾ അതിന് മുന്നേ തന്നെ വില്ല് അവിടെയുള്ള ഒരു പൈപ്പിൽ തൂങ്ങി ഇങ്ങനെ കിടക്കാണ്. അതുപോലെ ഇപ്പൊ കാണിക്കുമ്പോൾ ആ ഒരു വെള്ളം മുഴുവനായിട്ടും നമ്മുടെ മുട്ടയുടെ ആ ഒരു റൂമിലേക്ക് വരാണ്. മുട്ട ചാടി ബെഡിലേക്ക് ഇരുന്നിട്ട് ഇപ്പൊ നമ്മുടെ വില്ലിനോട് പറയും, ഹേയ് വിൽ, നീ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിന്റെ കയ്യിലുള്ള ആ ഒരു തോക്ക് അതെന്റെ കയ്യിൽ താ എന്ന് പറയുമ്പോൾ വില്ല് അത് കൊടുക്കാനായിട്ട് തയ്യാറാവത്തില്ല. അപ്പോൾ മുട്ട പറയും, ഞാനൊരു പ്ലാൻ ഉണ്ടാക്കിയിട്ട് അത് വെച്ച് ഞാൻ എന്നെ തന്നെ കൊല്ലാണ്ട് ശ്രമിക്കൂ, ഒരിക്കലുമില്ല. ഇപ്പൊ നീ അത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ രണ്ടുപേരും ഇവിടെ മരിക്കും. അതുകൊണ്ട് ഈ ഒരു തോക്ക് ഇങ്ങനെ തരാൻ പറയുമ്പോഴത്തേക്കും നമ്മുടെ വില്ലനായാലും ഇപ്പോൾ വേറെ വഴിയില്ലാതെ ആ ഒരു തോക്കെടുത്ത് നമ്മുടെ മുട്ടയുടെ കയ്യിലേക്ക് ഇട്ട് കൊടുക്കാണ്. അപ്പോൾ മുട്ടയാണെങ്കിൽ അവന്റെ കയ്യിലുള്ള ആ ഒരു വിലങ്ങ് ഷൂട്ട് ചെയ്ത് പൊട്ടിച്ചിട്ട് പതിയെ മുകളിലുള്ള ആ ഒരു പൈപ്പിലെല്ലാം പിടിച്ച് പതിയെ പതിയെ ഒരു റൂം വിട്ട് വെളിയിലേക്ക് പോവാണ്. അങ്ങനെ തൂങ്ങി വരുമ്പോഴത്തേക്കും തന്റെ കയ്യിലുള്ള ആ ഒരു തോക്ക് വെച്ച് ചുമരിലെല്ലാം ഷൂട്ട് ചെയ്യുന്നുണ്ട്. ഷൂട്ട് ചെയ്തിട്ട് ആ ഒരു ഷൂട്ട് ചെയ്ത ഭാഗം ഉണ്ടല്ലോ അവിടെ വെച്ച് ഇങ്ങനെ കൈ വെച്ച് പിടിച്ചിട്ട് അവിടെ കൈ കൊണ്ട് ഇടിയിടിക്കുമ്പോഴത്തേക്കും ചെറിയ രീതിയിൽ പൊട്ടുന്നു. അങ്ങനെ ആ ഒരു ഹോളിൽ പിടിച്ച് ഈ ചുമരിൽ പിടിച്ചിട്ട് പതിയെ പതിയെ വരികയാണ്. അതേസമയം വില്ലാണെങ്കിലോ ഇവിടെ തൂങ്ങിക്കിടക്കാണ്. എത്ര നേരമൊന്നും പറഞ്ഞിട്ട് തൂങ്ങിക്കിടക്കാനായിട്ട് ഇപ്പൊ അവന്റെ കൈ ആണെങ്കിലും പെട്ടെന്ന് വേദനിക്കാൻ തുടങ്ങുന്നു. അതേസമയം ഇവിടെ മുകളിലുള്ളവർക്ക് ഈ ഒരു ശബ്ദമെല്ലാം കേട്ടിട്ട് താഴെ എന്തോ സംഭവിക്കുമെന്ന് പറഞ്ഞ് എല്ലാവരും താഴേക്ക് വരുമ്പോൾ വില്ല് പറയും, ഹേയ്, വെള്ളത്തിലേക്ക് കാല് വെക്കരുത്, അതിൽ കറണ്ട് പാസ് ചെയ്തിട്ടുണ്ടെന്ന് പറയുമ്പോൾ അവരെല്ലാവരും അവിടെ തന്നെ നിൽക്കാണ്. അതേസമയം മുട്ടയാണെങ്കിലോ അവന്റെയും ഗ്രിപ്പ് പോകുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഈ വെള്ളത്തിൽ ടച്ച് ചെയ്യാനായിട്ട് വരുന്നതും അവൻ ഒരു വിധത്തിൽ കാല് മുകളിലേക്ക് ആക്കുന്നു. വില്ലിനെ കാണിക്കുമ്പോഴത്തേക്കും വില്ലിന്റെ പിടി വീടാറായി. വില്ല് താഴെ വീഴുന്ന ഒരു അവസ്ഥയാകുമ്പോഴത്തേക്കും അതിന് മുന്നേ തന്നെ നമ്മുടെ മുട്ട വന്ന് ഇവിടേക്കുള്ള ആ ഒരു മെയിൻ സ്വിച്ച് ഉണ്ടല്ലോ അതങ്ങ് ഓഫ് ചെയ്യുന്നതും വില്ല് താഴെ വീഴുമ്പോഴത്തേക്കും കറക്റ്റ് ടൈമിങ്, വില്ലിന് ഒരു കുഴപ്പമില്ല. എന്നിട്ട് മുട്ട ചോദിക്കും, ശരി ഇപ്പോഴെങ്കിലും എന്നെ വിശ്വസിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഓക്കെ എന്നും പറഞ്ഞിട്ട് ഇപ്പൊ നമ്മുടെ റോയി പറയും, അല്ല ഈ ഒരു വെള്ളം ഇപ്പൊ എങ്ങനെയാ നിർത്തുന്നേ എന്ന് ചോദിക്കുമ്പോഴത്തേക്കാണ് ഇവരുടെ കൂട്ടത്തിലുള്ള ഒരുത്തം പെട്ടെന്ന് ഈ ഒരു കെണി ആര് സെറ്റ് ചെയ്താലും അവൻ എന്തായാലും ഒരു നല്ല എഞ്ചിനീയർ ആണ്, കറക്റ്റ് ആയിട്ടുള്ള ടൈം സെറ്റർ, റിമോട്ട് വെച്ചിട്ടുള്ള സെറ്റിനേറ്റർ, ഇതെല്ലാം ചെയ്യണമെന്നുണ്ടെങ്കിൽ അവൻ അത്രയും ഇന്റലിജന്റ് ആയിട്ടുള്ള ഒരുത്തനാണ്. അവനെ കൊണ്ട് മാത്രമേ ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയൂ എന്നും പറഞ്ഞിട്ട് ആ ഒരു പൈപ്പ് മൂടല്ല വാൽവ് അതിങ്ങനെ തിരികൊണ്ടിരിക്കുകയാണ്. ആ ഒരു സമയത്ത് ഇവൻ പറയുന്ന ഈ ഒരു കാര്യങ്ങളെല്ലാം കേട്ട് ബാക്കിയുള്ളവർ വിചാരിക്കും ഇത്രയും കാര്യങ്ങൾ ഇവൻ അറിയാന്നുണ്ടെങ്കിൽ ഇവൻ തന്നെ ആയിരിക്കും ഈ ഒരു കാര്യങ്ങളെല്ലാം ചെയ്തത് എന്ന് പറഞ്ഞ് അവനെ നോക്കിയിരിക്കുന്ന ആ ഒരു സമയത്ത് ഇവൻ അത് മനസ്സിലായി എല്ലാവരും ഇവനെയാണ് സംശയിക്കുന്നത്. ഇവൻ തിരിഞ്ഞു നിന്നിട്ട്, ഓ അപ്പോൾ എല്ലാവരും എന്നെയാണല്ലേ സംശയിക്കുന്നത് എന്നും പറഞ്ഞിട്ട് ആ ഒരു വാൽവ് പിടിച്ചിങ്ങനെ തിരിക്കുന്നതും അവിടെ സെറ്റ് ചെയ്തു വെച്ചിരുന്ന 3 അമ്പുകൾ വന്ന് അവന്റെ നെഞ്ചിലേക്ക് തറയ്ക്കുന്നതും താഴേക്ക് വീണ് രക്തം പോയിട്ട് അവൻ അവിടെ വെച്ച് മരിക്കുകയാണ്. അപ്പോഴാണ് നമ്മുടെ മുട്ട പറയുന്നത്, ആ 2 വാച്ചിനർത്ഥം 2 പേരെന്നല്ല 2 കെണി എന്നുള്ളതാണ്. അപ്പോഴേക്കും സുഹൃത്ത് ചത്ത ആ ഒരു വിഷമത്തില് റോയി പെട്ടെന്ന്, ഓക്കെ അപ്പോൾ അങ്ങനെയാണെങ്കിൽ അടുത്തത് ഞാനായിരിക്കും, എന്നെ ആരാ കൊല്ലാൻ പോകുന്നേ എന്നും പറഞ്ഞിട്ട് അലറി വിളിക്കുമ്പോഴത്തേക്കും നമ്മുടെ സാറ് പറയും, വെള്ളം ഓഫ് ചെയ്യാനായിട്ട് പറഞ്ഞതേ നീയാണ്, അങ്ങനെയാണെങ്കിൽ നിന്നെയാണ് എനിക്ക് സംശയം എന്ന് പറയുമ്പോൾ ഇവര് പറയും, ഇങ്ങനെ ഓരോരുത്തരായിട്ട് പരസ്പരം സംശയിച്ചു കഴിഞ്ഞാൽ എല്ലാവരും മരിക്കും, അതുകൊണ്ട് വേറെ എന്തെങ്കിലും ചെയ്യാന്ന് പറഞ്ഞ് ബാക്കിയുള്ള ഈ ഒരു 5 പേരും ഒരു റൂമിന്റെ നടുവിലായിട്ട് വന്നിങ്ങനെ ഇരിക്കുകയാണ്. അതുമല്ല ഇവർക്ക് മറ്റൊരു വാച്ചും കൂടി കിട്ടിയിരുന്നു. ആ ഒരു വാച്ചിലുള്ള സമയം വെച്ച് നോക്കുമ്പോഴത്തേക്കും ഇനി ഇവർക്ക് 1.5 മണിക്കൂർ മാത്രമേ ബാക്കിയുള്ളൂ. അപ്പോഴാണ് ഇവർ ആലോചിക്കുന്നത് എല്ലാവരുടെയും ഡ്രസ്സിന് പുറകില് എന്തോ എഴുതിയിട്ടുണ്ടല്ലോ, ആ ഒരു പസിൽ വെച്ചിട്ട് അതെന്താണ് എഴുതിയിരിക്കുന്നത് എന്ന് കണ്ടുപിടിക്കണം. അങ്ങനെ ആ ഒരു വാക്കുകളെല്ലാം ഒരുമിച്ച് ചേർത്ത് അങ്ങനെ ആ ഒരു അക്ഷരങ്ങളെല്ലാം ഒരുമിച്ച് ചേർത്ത് അത് എന്താണെന്ന് വായിക്കുമ്പോഴത്തേക്കാണ് ക്രോവട്ടൺ എന്ന് പറഞ്ഞിട്ട് ഒരു വാക്ക് വരുന്നു. അപ്പൊ അതെന്താണെന്ന് ആർക്കും അറിയാൻ കഴിയുന്നില്ല. പക്ഷെ ആ ഒരു കൂട്ടത്തില് നമ്മുടെ വില്ലിന് അതെന്താണെന്ന് അറിയാം. ഈ ഒരു വാക്കിന് പുറകില് ഒരു വലിയ കഥയുണ്ട്. ഏകദേശം ഒരു 100 വർഷങ്ങൾക്ക് മുന്നേ യൂറോപ്യൻസ് കപ്പലുകളിൽ ഒരുപാട് പേരെ ഈ ഒരു ദ്വീപിലേക്ക് പറഞ്ഞു വിട്ടു. അങ്ങനെ ആ ഒരു കപ്പലിലുള്ള എല്ലാവരും ഈ ഒരു ദ്വീപിലേക്ക് വന്ന് ഇവിടെ ഒരു നഗരം പോലെ നിർമ്മിച്ച് ഇവിടെ താമസിക്കാൻ തുടങ്ങി. അങ്ങനെ 1 മാസത്തിന് ശേഷം ഈ ഒരു ദ്വീപിലുള്ളവർക്ക് ആഹാരവും മറ്റു കാര്യങ്ങളായിട്ട് യൂറോപ്പിൽ നിന്നും മറ്റൊരു കപ്പൽ ഇവിടേക്ക് വന്നിരുന്നു. അങ്ങനെ അവർ വന്ന് നോക്കുമ്പോഴത്തേക്കും ഈ ഒരു ദ്വീപിലുണ്ടായിരുന്ന ഒരു ഒറ്റ മനുഷ്യനെ പോലും കാണാനില്ല. അങ്ങനെ അവർ വന്ന് നോക്കുമ്പോൾ ഇവിടെയുള്ള ഒരു മരത്തിൽ ഒരേ ഒരു വാക്ക് മാത്രമാണ് എഴുതിയിരുന്നത്. അതാണ് ഇപ്പോൾ നമ്മൾ വായിച്ച ആ ഒരു വാക്ക്, ക്രോവട്ടൺ. അപ്പൊ ആ ഒരു കാര്യമാണ് ഇവരുടെ ഓരോരുത്തരുടെയും ഡ്രസ്സിൽ എഴുതി വെച്ചിരുന്നത്. അങ്ങനെയാണെങ്കിൽ ആ ഒരു കൊലയാളി എന്തോ ഒരു മോട്ടീവോടെയാണ് ഇവരെല്ലാവരെയും കൊല്ലുന്നത് എന്നിവർക്ക് മനസ്സിലായി.
ശരി, എന്തായാലും ആ ഒരു കൊലയാളി എവിടെയെങ്കിലും ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടാവും. അതെന്തായാലും കണ്ടുപിടിച്ചു കഴിഞ്ഞാല് എന്നുള്ള രീതിയിൽ ആ ഒരു ഫോറൻസിക് എക്യുപ്മെന്റ് ഉണ്ടല്ലോ അതെല്ലാം എടുത്ത് ആ ഒരു ഡ്രസ്സിൽ എഴുതിയിരിക്കുന്ന കെമിക്കൽസ് ഉണ്ടല്ലോ അതെല്ലാം എടുത്ത് ഇങ്ങനെ നോക്കുകയാണ്. അതേപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് കിട്ടുന്ന ആ ഒരു വാച്ച് അതിലെന്തെങ്കിലും കിട്ടുമോ ഇങ്ങനെ നോക്കുന്നു. അതേപോലെ തന്നെ ഇതിനു മുന്നേ മരിച്ചുപോയ ഇവരുടെ സുഹൃത്തുക്കള് അവരുടെ ശരീരത്തിന് മുകളിൽ നിന്ന് എന്തെങ്കിലും കിട്ടുമോ ഇല്ലയോ എന്ന് എല്ലാം ഇങ്ങനെ നോക്കുമ്പോഴത്തേക്കാണ് ചെറിയൊരു സ്കിന്നിന്റെ ഭാഗം ഇങ്ങനെ കിട്ടുന്നത്. എന്തായാലും ഇത് ആ ഒരു കൊലയാളിയുടേതായിരിക്കും എന്നും പറഞ്ഞിട്ട് അതെടുത്ത് ഇപ്പോൾ ലാബ് ടെസ്റ്റ് ചെയ്യാൻ പോവാണ്. അതുപോലെ അതിന്റെ DNA വെച്ചിട്ട് അതുമല്ലാതെ ഇവരുടെ കൂടുതൽ ആരെങ്കിലും ഒരാളായിരിക്കുമല്ലോ കൊലയാളി, അത് കണ്ടുപിടിക്കാൻ വേണ്ടി ഇവരുടെ എല്ലാവരുടെയും ബ്ലഡ് സാമ്പിൾസ് ഉണ്ടല്ലോ അതും കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇതിന്റെ ആ ഒരു റിസൾട്ട് വന്നു കഴിഞ്ഞാൽ ഇവരിൽ ആരാണ് യഥാർത്ഥ കൊലയാളി എന്ന് മനസ്സിലാവും. അങ്ങനെ റിസൾട്ടിന് വേണ്ടി ഇവരെല്ലാവരും വെയിറ്റ് ചെയ്തിങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ ഈ ഒരു മെഷീൻ ആയാലും ഒരു അരമണിക്കൂർ ഓടുന്നുണ്ട്. അരമണിക്കൂർ കഴിഞ്ഞ് ഇപ്പോൾ ടെസ്റ്റ് റിസൾട്ട് വരുന്നതും ഇപ്പോൾ നമ്മുടെ നിക്കോള് ആ ഒരു റിസൾട്ട് ബട്ടൺ അത് അമർത്താനായിട്ട് വരുമ്പോഴത്തേക്കും അവരെ തടഞ്ഞ് നമ്മുടെ സാറ് പറയും, ശരി എല്ലാവരും അവരുടെ തോക്ക് ഇപ്പൊ ടേബിളിന് മുകളിലേക്ക് വെക്കണം, അതിനുശേഷം റിസൾട്ട് നോക്കിയാൽ മതി എന്നിങ്ങനെ പറയുമ്പോഴത്തേക്കും നമ്മുടെ വില്ല് മാത്രം അവന്റെ ആ ഒരു തോക്ക് ടേബിളിലേക്ക് വെക്കത്തില്ല. അവനിപ്പോ പറയുന്നത് എന്താണെന്ന് വെച്ചാല്, ഇല്ല ഞാൻ ഈ ഒരു തോക്ക് തരത്തില്ല, ഞാൻ എവിടെ പോയാലും ഈ ഒരു തോക്ക് എന്റെ കൂടെ തന്നെ ഉണ്ടാവും എന്നുള്ള രീതിയിൽ ഇങ്ങനെ പറയുമ്പോൾ നമ്മുടെ മുട്ട വെട്ടുന്ന് അവനെ ചവിട്ടി താഴെ കിട്ടിട്ട് അവന്റെ കയ്യിൽ നിന്ന് ആ ഒരു തോക്കും എടുത്ത് ടേബിളിന് മുകളിലേക്ക് വെക്കുകയാണ്. ഓക്കെ ശരി, ഇനി ആ ഒരു റിസൾട്ട് ബട്ടൺ അത് പ്രസ് ചെയ്യാനായിട്ട് പറയുമ്പോഴത്തേക്കും പെട്ടെന്ന് ആ ഒരു ബട്ടൺ ആണെങ്കിലും പ്രസ് ചെയ്യുന്ന സമയത്ത് കാണിക്കുമ്പോഴത്തേക്കും നമ്മുടെ കൊലയാളിയുടെ ആ ഒരു DNA സാറയുടെ DNAയും മാച്ച് ആവുന്നു. അങ്ങനെയാണെങ്കിൽ സാറ് തന്നെയാണ് ആ ഒരു കൊലയാളി എന്ന് പറഞ്ഞിട്ട് എല്ലാവരും തോക്കെടുത്ത് അവളുടെ നേർക്ക് ഇങ്ങനെ നീട്ടാണ്. അപ്പൊ ഇതും കൂടി ആകുമ്പോഴത്തേക്കും സാറ് പറയും, ഹേയ് ഒരിക്കലും ഞാനല്ല ഒരു കൊലയാളി എന്ന് ഇങ്ങനെ പറയുമ്പോൾ നമ്മുടെ വില്ലു പറയും, എനിക്കറിയാം നീയാണ് കൊലയാളി എന്ന്, കാരണം നമ്മൾ എന്തായാലും ഈ ഒരു ഏജന്റ് ആവത്തില്ലാതെ നീ നേരത്തെ തന്നെ അറിഞ്ഞു. ആ ഒരു ദേഷ്യത്തിലാണ് നീ ഇപ്പോൾ എല്ലാവരെയും കൊല്ലുന്നത്. അതുമല്ലാതെ ഇവൾക്ക് ഒരു ബാക്ക്ഗ്രൗണ്ട് സ്റ്റോറി ഉണ്ട്. സാറയുടെ സഹോദരിയെ കുറെ വർഷങ്ങൾക്ക് മുന്നേ കുറച്ചു പേര് ഒരു നദിയുടെ കരയിൽ വെച്ചിട്ട് റേപ്പ് ചെയ്ത് അവർ വെള്ളത്തിൽ മുക്കി കൊല്ലുമായിരുന്നു. അതുകൊണ്ടാണ് വെള്ളത്തിൽ വീണ് കഴിഞ്ഞാൽ ഇവള് പെട്ടെന്ന് ബ്ലാക്ക് ഔട്ട് ആവുന്നത്. അതുകൊണ്ട് തന്നെ മറ്റുള്ളവരോടുള്ള ആ ഒരു ദേഷ്യം കാരണം നമ്മളെല്ലാവരെയും ഇവള് കൊല്ലാൻ ശ്രമിക്കുകയാണ് എന്നുള്ള രീതിയിൽ നമ്മുടെ വില്ല് പറയുമ്പോഴത്തേക്കും നമ്മുടെ സാറയെ പെട്ടെന്ന് ഒരു ചെയറിലേക്ക് കെട്ടിയിട്ടാണ് ഇവർ ചോദിക്കുന്നത്, ശരി അടുത്ത കെണി എവിടെയാണ് വെച്ചേക്കുന്നത്, അത് എത്ര മണിക്ക് ആക്റ്റീവ് ആവും എന്നുള്ള രീതിയിൽ ഇവളെ ഇങ്ങനെ ചോദ്യം ചെയ്യുമ്പോഴത്തേക്കും ദേഷ്യം വന്ന നിക്കോളാണെങ്കിലോ അവളുടെ മുഖത്ത് നല്ലതുപോലെ അടിച്ചിട്ട് അവളെ ചോദ്യം ചെയ്യുന്നുണ്ട്. പക്ഷെ സാറയാണെങ്കിൽ എനിക്കിതിന്റെ മറുപടി അറിയത്തില്ല എന്ന് തന്നെയാണ് പറയുന്നത്. അങ്ങനെ ഇവരെല്ലാവരും എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുമ്പോഴത്തേക്കും നമ്മുടെ നിക്കോളാണെങ്കിലോ ആകെ ഒരു വല്ലാത്ത അവസ്ഥയായിട്ട് അവള് പറയും, ശരി നിങ്ങൾ എന്തുവേണമെങ്കിലും ചെയ്തോ, ഞാൻ എന്തായാലും ഇവിടെ നിൽക്കാൻ പോകുന്നില്ല, ഞാൻ എന്റെ സ്വന്തം കാര്യം നോക്കി പോകാൻ പോവാണെന്ന് പറഞ്ഞിട്ട് അവള് വെളിയിലേക്ക് പോകുമ്പോൾ നമ്മുടെ മുട്ട പറയുന്നുണ്ട്, വെളിയിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ ഇതിനകത്തേക്ക് കയറാൻ കഴിയത്തില്ല എന്ന് പറയുന്നുണ്ടെങ്കിലും അവളതൊന്നും കേൾക്കാതെ അവിടെ നിന്ന് ഒറ്റയ്ക്ക് നടന്നു പോവാണ്. അങ്ങനെ വീണ്ടും ഇവര് നമ്മുടെ സാറയെ ചോദ്യം ചെയ്യുന്ന സമയത്ത് തന്നെ സാറ് ഇപ്പോൾ പുതിയൊരു കാര്യം കണ്ടുപിടിക്കുന്നത്, ഇവരുടെ കൂട്ടത്തിൽ മരിച്ച ഓരോരുത്തരും അവരുടെ ക്യാരക്ടർ ബേസ് വെച്ചിട്ടാണ് മരിച്ചത്. സ്റ്റാർട്ടിങ്ങിൽ ആ ഒരു ടീം ലീഡർ അവൻ എല്ലാവരെയും ലീഡ് ചെയ്യണം എന്നുള്ള രീതിയിലാണ് നേരെ ചെന്ന് അതിലേക്ക് ഞെക്കിയിട്ട് ആ ഒരു രീതിയിൽ അവൻ മരിച്ചത്. പിന്നെ ആ ഒരു വെള്ളം പോയ ആ ഒരു വാൽവ് തുറക്കാനായിട്ട് ചെന്നപ്പോഴത്തേക്കും അതിൽ മരിച്ചുപോയല്ലോ. അവനാണെങ്കിൽ ഏതൊരു കാര്യം ഉണ്ടെങ്കിലും അത് താൻ തന്നെ ഫിക്സ് ചെയ്യണം എന്നുള്ള രീതിയിൽ ചെന്നതുകൊണ്ടാണ് അവൻ മരിച്ചത്. ഇപ്പൊ മൊത്തത്തിൽ നമ്മുടെ സാർ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ ആ ഒരു കൊലയാളിക്ക് നമ്മുടെ എല്ലാവരുടെയും ക്യാരക്ടർ നല്ലതുപോലെ അറിയാം. അതനുസരിച്ചാണ് അവൻ ഓരോ കെണികളും സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അങ്ങനെ അവള് കണ്ടുപിടിച്ച ഈ ഒരു കാര്യം ഇവരോട് പറയുമ്പോഴത്തേക്കും സമയം ഇപ്പോൾ 10 മണിയായി. കാണിക്കുമ്പോഴത്തേക്കും ആ ഒരു നഗരത്തിലുള്ള ഈ സിഗരറ്റ് വെൻഡിങ് മെഷീൻ ഉണ്ട്, അതിനകത്ത് നിന്നും ഓരോ സിഗരറ്റ് പാക്കറ്റായിട്ട് ഇങ്ങനെ താഴേക്ക് വീഴുന്നു. അപ്പൊ ഇത് കണ്ട് നമ്മുടെ നിക്കോളാണെങ്കിലോ അവൾക്ക് ആകെ ടെൻഷൻ അടിച്ചിട്ട് പെട്ടെന്ന് അതിൽ നിന്ന് ഒരു സിഗരറ്റ് എടുത്ത് അത് കത്തിക്കുകയും ചെയ്യുന്നു. അതുപോലെ ഇതിനകത്ത് കാണിക്കുമ്പോഴത്തേക്കും ഇവരെല്ലാവരും ആ ഒരു കാര്യം എന്താണെന്ന് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ നമ്മുടെ നിക്കോളിന് എന്തായാലും ആപത്തുണ്ടാവുമെന്നും പറഞ്ഞിട്ട് എല്ലാവരും വെളിയിലേക്ക് ഇറങ്ങി നിന്ന് നോക്കുമ്പോൾ അവൾ ആ ഒരു സിഗരറ്റ് ആൾറെഡി എടുത്ത് വലിച്ചത് കൊണ്ട് തന്നെ അവളുടെ വായിൽ നിന്നെല്ലാം രക്തം താഴേക്ക് വീണിട്ട് അവളുടെ മുഖമെല്ലാം വല്ലാത്ത രീതിയിലായി. അവൾ പെട്ടെന്ന് മരിച്ചു വീഴാണ്. വേറെ ഒന്നുമല്ല, ആ ഒരു സിഗരറ്റിൽ എന്തോ ഒരു പ്രത്യേകതരം ആസിഡ് മിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവളായാലും അവിടെ മരിച്ചു വീഴുന്നതും ഇപ്പൊ അവിടെയുള്ള ഒരു സ്പീക്കറിൽ എന്താ എല്ലാവരും സന്തോഷമായിട്ടിരിക്കണോ എന്നിങ്ങനെ നമ്മുടെ ഹാരിസിന്റെ ശബ്ദം റിപ്പീറ്റ് ആയിട്ട് കേട്ടുകൊണ്ടേയിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഹാരിസ് നമ്മളെ എല്ലാവരെയും നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൻ എവിടെയാണെന്ന് കണ്ടുപിടിച്ചേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് ഇപ്പൊ അവനെ അന്വേഷിച്ച് വെളിയിലേക്ക് പോകാനായിട്ട് ശ്രമിക്കുമ്പോഴത്തേക്ക് നമ്മുടെ വില്ല് പറയും, ഇല്ല ഈ ഒരു സ്ഥലം വിട്ട് ഞാൻ ഒരിക്കലും വെളിയിലേക്ക് വരത്തില്ല എന്ന് പറയുമ്പോൾ നമ്മുടെ മുട്ട വന്നിട്ട് അവന്റെ ആ ഒരു വീൽ ചെയർ അടുത്തുള്ള ഒരു കമ്പിയിൽ ആ ഒരു വിലങ്ങിട്ട് വെച്ചിട്ട് നമ്മുടെ മുട്ട, റോയി, സാറ ഇവര് 3 പേരും ഹാരിസിനെ അന്വേഷിച്ച് പുറത്തേക്ക് പോവാണ്. അതുമല്ല ഇവര് പോകുന്നതിന് മുന്നേ നമ്മുടെ വില്ലിന്റെ കയ്യിലുള്ള ആ ഒരു തോക്കുണ്ടല്ലോ അതിലെ ബുള്ളറ്റെല്ലാം എടുത്തിട്ടാണ് പോകുന്നത്. അപ്പൊ ഇവരെല്ലാവരും അവിടെ നിന്ന് പോയതിനു ശേഷം വില്ലി വീൽ ചെയറിൽ നിന്ന് താഴേക്ക് വീണിട്ട് അവിടെ നിന്ന് ഇഴഞ്ഞിഴഞ്ഞ് ഒരു വിധത്തില് ഇവരുടെ സുഹൃത്തുക്കൾ മരിച്ചെടുക്കുന്ന ആ ഒരു റൂമുണ്ടല്ലോ അവിടേക്ക് ചെന്ന് അവരുടെ തോക്ക് ഇവൻ എടുത്ത് വെക്കുകയാണ്. അതുമല്ല ആ ഒരു തോക്കെടുത്തിട്ട് അവൻ തിരിച്ചു വരുന്നതിന് മുന്നേ തന്നെ അവനുണ്ടായിരുന്നത് ഒരു ഐസ് റൂമാണ്. ആ ഒരു റൂമിന്റെ ഡോർ അങ്ങ് അടയുന്നതും ഇവൻ എന്തായാലും അധികം നേരം ഇതിനകത്ത് കിടന്നു കഴിഞ്ഞാൽ തണുത്തുറച്ച് തന്നെ മരിക്കും. അതേസമയം ഇവര് 3 പേരും ആ ഒരു ശബ്ദം എവിടെ നിന്നാണ് വരുന്നത് എന്ന് ഫോളോ ചെയ്ത് അവസാനം ഒരു ഷോപ്പിനകത്തേക്ക് കയറി നോക്കും. ചെന്ന് നോക്കുമ്പോഴത്തേക്കും അടുത്തൊരു ടെസ്റ്റ് അതിനകത്ത് ഹാരിസ്
ചത്തു കിടക്കുന്നു. അവനെ കൊന്ന് കെട്ടിത്തൂക്കി വെച്ചേക്കാണ്. അതുമല്ലാതെ കാണിക്കുമ്പോഴത്തേക്കും ഹാരിസിന്റെ കയ്യിൽ ഒരു 3 വാച്ച് കെട്ടിയിട്ടുണ്ട്. ഇവിടെ ആണെങ്കിലോ 3 പേരും ഉണ്ട്. അപ്പൊ സാറ അതിലേത് ടൈമാണ് കാണിച്ചിരിക്കുന്നതെന്ന് അറിയാൻ വേണ്ടി അടുത്തേക്ക് ചെന്ന് നോക്കുമ്പോഴത്തേക്കും ഇവരിപ്പോൾ ഉള്ള ആ ഒരു ടൈമാണ് അതിൽ കാണിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു 3 പേരിൽ ആരോ ഒരാളാണ് കൊലയാളി എന്നും പറഞ്ഞിട്ട് നമ്മുടെ മൊട്ടയും റോയും പരസ്പരം തോക്കെടുത്തിങ്ങനെ നീട്ടുകയാണ്. അതുമല്ല ആ ഒരു സമയത്ത് തന്നെ പെട്ടെന്ന് കറണ്ട് പോകുമ്പോഴത്തേക്കും ഇവർ പരസ്പരം ഷൂട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ ബുള്ളറ്റ് ആരുടെയും ദേഹത്ത് കൊള്ളുന്നില്ല എന്ന് തോന്നുന്നു. അതിനു മുന്നേ തന്നെ നമ്മുടെ റോയി വെളിയിലേക്ക് ഇറങ്ങി ഓടുന്നതും മൊട്ട അവന്റെ പുറകെ തന്നെ പോകുന്നുണ്ട്. ആ ഒരു സമയത്ത് നമ്മുടെ സാറയാണെങ്കിൽ ഒരു കാറിനടിയിലേക്ക് കയറി ഒളിച്ചിരിക്കുന്നതും വെളിയിൽ നടന്ന ആ ഒരു ഫയറിങ്ങില് ഇപ്പോൾ നമ്മുടെ മൊട്ട റോയിയെ ഷൂട്ട് ചെയ്ത് കൊല്ലുകയും ചെയ്യുന്നു. അതേസമയം ആ ഒരു വണ്ടിക്കടിയിൽ ഒളിച്ചിരുന്ന നമ്മുടെ സാറയാണെങ്കിലോ അവൻ അറിയാതെ പതിയെ ആ ഒരു കാറിലേക്ക് കയറാൻ ശ്രമിക്കുമ്പോഴത്തേക്കും ഇപ്പോൾ നമ്മുടെ മൊട്ട സാറയെ കൊല്ലാൻ ശ്രമിക്കുകയാണ്. കാരണം ആരാണ് കൊലയാളി എന്ന് ഇപ്പോഴും കണ്ടുപിടിച്ചിട്ടില്ല. നമ്മൾ ജീവനോടെ ഉണ്ടെങ്കിൽ മറ്റുള്ളവരെ കൊന്നേ പറ്റൂ എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ എല്ലാവരും നടക്കുന്നത്. അങ്ങനെ നമ്മുടെ മൊട്ടയാണെങ്കിലും സാറയെ കണ്ടുപിടിക്കാൻ വേണ്ടി അവിടെയുള്ള ആ ഒരു ബസ്സിനകത്തേക്ക് കയറി നോക്കുമ്പോഴത്തേക്കും അവളെ എവിടെ കാണാനില്ല. അവളാണെങ്കിലും ഇപ്പോൾ അവിടെ നിന്നും നല്ല വേഗതയിലേക്ക് ഓടുകയാണ്. എന്തായാലും ബേസിലേക്ക് തന്നെയാണ് തിരിച്ചു പോകുന്നതെന്ന് മനസ്സിലാക്കി നമ്മുടെ മൊട്ടയും തിരിച്ച് അവളുടെ പുറകെ തന്നെ ഇങ്ങനെ ഓടും. അതേസമയം ഇവിടെ ആ ഒരു ഐസ് റൂമിൽ പെട്ടുപോയ നമ്മുടെ വില്ലുണ്ടല്ലോ, അവൻ എങ്ങനെയെങ്കിലും ആ ഒരു റൂം തുറന്ന് വെളിയിലേക്ക് വരികയാണ്. എന്നിട്ട് എഴഞ്ഞഴിഞ്ഞ് വരുമ്പോഴത്തേക്കും ആരും ഒരാൾ അകത്തേക്ക് കയറി വരുന്നത് പോലെ ഇവനാണെങ്കിലും അടുത്തുള്ള ലിഫ്റ്റിനകത്തേക്ക് കയറിയിട്ട് ആ ഒരു ലിഫ്റ്റിന് വെളിയിലേക്ക് തോക്കും ചൂണ്ടിങ്ങനെ നിൽക്കുകയാണ്, ആര് വന്നാലും ഷൂട്ട് ചെയ്യാൻ വേണ്ടി. അതേസമയം ആ ഒരു ലിഫ്റ്റിനകത്തേക്ക് ആരോ ഇങ്ങനെ ഓടി വരുന്നു. കൊലയാളി ആ ഒരു ലിഫ്റ്റിന് മുന്നിലേക്ക് വരുന്നതും നീയോ എന്ന് ചോദിച്ച് പെട്ടെന്ന് ഷൂട്ട് ചെയ്യുമ്പോഴത്തേക്കും ആ ഒരു തോക്കും ആൾറെഡി തന്നെ ആ ഒരു കൊലയാളി സെറ്റ് ചെയ്ത് വെച്ചേക്കുമായിരുന്നു. കാരണം ആ ഒരു തോക്ക് കറക്റ്റായിട്ട് ഫയർ ആവാതെ അത് തിരിച്ച് ഫയറായിട്ട് അവന്റെ ദേഹത്തേക്ക് തന്നെ കൊണ്ട് വില്ലും അവിടെ വെച്ച് തന്നെ മരിക്കുന്നു. അങ്ങനെ അവിടേക്ക് വന്ന് നമ്മുടെ സാറയാണെങ്കിലോ ആ ഒരു ലിഫ്റ്റ് തുറന്നിട്ട് അകത്തേക്ക് വന്ന് അവന്റെ ആ ഒരു തോക്കെടുത്ത് നോക്കുമ്പോഴത്തേക്കും അത് ആ ഒരു കൊലയാളി സെറ്റ് ചെയ്ത് വെച്ചത് തന്നെയാണ്. അതുമല്ല സമയം ഇപ്പോൾ 9:45, കറക്റ്റ് ടൈമിൽ തന്നെ അടുത്ത ഒരാളും മരിച്ചു എന്നുള്ള രീതിയിൽ അവൾ പെട്ടെന്ന് തോക്ക് കൊണ്ട് തിരിയുന്നതും പുറകെ തന്നെ നമ്മുടെ മൊട്ടയെ നിൽക്കുന്നു. അപ്പോൾ മൊട്ടയാണെങ്കിലോ അപ്പോൾ നീയാണ് ഇതെല്ലാം ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട് നമ്മുടെ സാറയെ അടിക്കുന്നതും ഇപ്പൊ പുറകിലൂടെ നമ്മുടെ റോയി ഉണ്ടല്ലോ അവനിപ്പോ വന്ന് മൊട്ടയടിക്കുകയാണ്. അങ്ങനെ ഇവര് രണ്ടുപേരും വേറെ ലെവലിൽ അതിനകത്ത് കിടന്ന് ഫൈറ്റ് ചെയ്യാണ്. അങ്ങനെ ഫൈറ്റ് ചെയ്ത് അവസാനം രണ്ടുപേരും ഇതിന് മുകളിൽ നിന്ന് നേരെ താഴേക്കൊന്ന് വീഴാണ്. ആ ഒരു വീഴ്ചയിൽ നമ്മുടെ റോയി ആണെങ്കിലോ മയങ്ങിപ്പോയി. കാണിക്കുമ്പോഴത്തേക്ക് ഇപ്പോൾ നമ്മുടെ മൊട്ട പതിയെ ആ ഒരു സ്റ്റെപ്പ് വഴി മുകളിലേക്ക് കയറി വരുന്നതും ഒരു സിലിണ്ടർ കൊണ്ടുവന്ന് അവന്റെ മൊട്ട തലയിലേക്ക് നോക്കി ഒരു ഒറ്റയടി. അത് കഴിഞ്ഞിട്ട് നമ്മുടെ റോയിയെ പിടിച്ച് നേരെ മുകളിലേക്ക് കൊണ്ടുവന്ന് അവനെ എഴുന്നേപ്പിച്ചിട്ടാണ് ചോദിക്കുന്നത്, അല്ല റോയി നീ എങ്ങനെ തിരിച്ചു വന്നതെന്ന് ചോദിക്കുമ്പോൾ അവൻ പറയും ഇതുപോലെ ഞാൻ ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റ് അത് ധരിച്ചിട്ടുണ്ടായിരുന്നു എന്നിങ്ങനെ പറയുമ്പോഴത്തേക്കും നമ്മുടെ സാർ എന്താ ചെയ്യുന്നത് വെച്ചാൽ UV ലൈറ്റ് എടുത്തിട്ട് മൊട്ടയുടെ കയ്യിൽ ഇങ്ങനെ അടിച്ചു നോക്കുന്നുണ്ട്. പക്ഷെ അവന്റെ കയ്യിൽ പൗഡർ അങ്ങനെയൊന്നും കാണുന്നില്ല. അതേസമയം തന്നെ നമ്മുടെ റോയിയുടെ കയ്യിൽ ഇങ്ങനെ അടിച്ചു നോക്കുമ്പോഴത്തേക്കും അവന്റെ കയ്യിൽ ആ ഒരു പൗഡർ ഉണ്ട്. അപ്പോഴേക്കാണ് നമ്മുടെ റോയി അപ്പൊ സത്യം നീ മനസ്സിലാക്കിയല്ലേ എന്നും പറഞ്ഞിട്ട് അവന്റെ പോക്കറ്റിൽ നിന്നും റിമോട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ താഴേക്ക് എടുത്തിടുന്നു. അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് യഥാർത്ഥ ആ ഒരു കൊലയാളി അത് വേറെ ആരുമല്ല നമ്മുടെ റോയിയാണ്. അപ്പോഴാണ് ഇവൻ എന്തുകൊണ്ടാണ് ഇങ്ങനെയെല്ലാം ചെയ്യുന്നത് എന്നുള്ള ആ ഒരു കാര്യം ഇപ്പോൾ പറയുന്നത്. ഇവന് 10 വയസ്സുള്ളപ്പോൾ അവന്റെ അച്ഛനും അമ്മയും മരിച്ചു കിടക്കുന്ന സമയത്ത് പോലീസുകാർ അവിടേക്ക് വന്നിട്ട് ഒന്നുമില്ല മോനെന്നും പറഞ്ഞ് അവനെ അവിടെ നിന്ന് കൊണ്ടുപോയി അവന് ചോക്ലേറ്റ് വാങ്ങിക്കൊടുത്തു. പക്ഷെ ഒരിക്കലും ആ ഒരു പോലീസുകാർക്ക് അറിയത്തില്ല അവന്റെ അമ്മയും അച്ഛനെ കൊന്നതേ അവനാണെന്ന്. അപ്പൊ ആ ഒരു സമയം മുതലേ ഒരു സൈക്കോ ആയിട്ട് വളർന്ന ഇവന് സാധാരണ ആളുകളെ കൊല്ലാനായിട്ട് ഒരു ത്രില്ലില്ല. അത്ര ഇന്റലിജന്റ് ആയിട്ടുള്ള ആളുകളെ കൊല്ലാൻ വേണ്ടിയിട്ടാണ് ഇവ ശ്രമിച്ചിരുന്നത്. അതിനു വേണ്ടിയിട്ടാണ് ഇവൻ FBI ഏജന്റിലേക്ക് ചേർന്നതും. അത് കഴിഞ്ഞ് ഇതുപോലെ ഒരു ട്രെയിനിങ് അതിലുണ്ടെന്ന് മനസ്സിലാക്കി ഇവിടേക്ക് വന്ന് അതിനുള്ള എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്ത് വെച്ച് ഓരോരുത്തരായിട്ട് കൊന്നതും. കാരണം അത് കാണുമ്പോഴത്തേക്കും ഇവന് കുറച്ചുകൂടി സന്തോഷമാണ്. കാരണം അത്രയും ബുദ്ധിയുള്ള ആളുകളെ കൊല്ലുമ്പോഴത്തേക്കും ഇവൻ അത്രയും സന്തോഷമാണ്. അത് കഴിഞ്ഞിട്ട് ഈ ഒരു ടീമിലുള്ള ഓരോരുത്തരുടെയും ക്യാരക്ടർ പ്രത്യേകം മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള കെണികൾ ഓരോരുത്തരായിട്ട് സെറ്റ് ചെയ്ത് വെക്കും. അങ്ങനെയാണ് ഓരോരുത്തരായിട്ട് മരിച്ചുകൊണ്ടിരുന്നത്. എന്നിട്ടിപ്പോൾ റോയി പറയും ഇനി അവസാനമായിട്ടുള്ളത് നീയാണെന്ന് പറഞ്ഞ് സാറയെ കൊല്ലാനായിട്ട് വരുമ്പോഴത്തേക്കും സാറ് പെട്ടെന്ന് അവിടെയുള്ള ആ ഒരു പടിക്കെട്ടുണ്ടല്ലോ അതിന് മുകളിലൂടെ ഉരുണ്ടുരുണ്ട് താഴേക്ക് വീണ് രക്ഷപ്പെട്ട് പോകാനായിട്ട് ശ്രമിക്കുമ്പോൾ അതിന് മുന്നേ തന്നെ റോയി വന്ന് അവളെ പിടിച്ചുകൊണ്ട് പോയിട്ട് ആ ഒരു സ്വിമ്മിംഗ് പൂൾ ഉണ്ടല്ലോ, കാരണം അവനറിയാം ഇവൾക്ക് വെള്ളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാവത്തില്ലാന്ന്. പക്ഷെ ഇപ്പോൾ നമ്മുടെ സാറയാണെങ്കിൽ കാല് വെച്ച് ഒരു ചവിട്ട് അവന് നേരെ വെള്ളത്തിലേക്ക് വന്ന് വീഴാണ്. അങ്ങനെ ഇവര് രണ്ടുപേരും സ്വിമ്മിംഗ് പൂളിൽ കിടന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ട് ഫൈറ്റ് ചെയ്യുന്നു. ഒരവസരത്തില് രണ്ടുപേരും തോക്കെടുത്ത് പരസ്പരം ഷൂട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ വെള്ളത്തിലായതുകൊണ്ട് ഈ ഒരു ബുള്ളറ്റിന് വേഗതയില്ലാതെ അത് പെട്ടെന്ന് താഴേക്ക് പോകും. അപ്പൊ ഇനി എന്തായാലും വേറെ വഴിയില്ല. അങ്ങനെ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ രണ്ടുപേരും കൈ മാത്രം മുകളിലേക്ക് ആക്കിയിട്ട് പരസ്പരം ഷൂട്ട് ചെയ്യാനായിട്ട് റെഡി ആയിട്ട് നിൽക്കാണ്. അവരുടെ ശരീരഭാഗം മുഴുവനും വെള്ളത്തിൽ കിടക്കാണ്. ഇപ്പോ ഒരുപാട് നേരം വെള്ളത്തിനടിയിൽ ശ്വാസം പിടിച്ചു നിർത്താൻ കഴിയുന്നത് ആരാണ് അവർ വെള്ളത്തിനടിയിൽ നിൽക്കും. പിടിച്ചു നിൽക്കാൻ കഴിയുന്നത് ആരാണോ അവർ മുകളിലേക്ക് വരുമ്പോൾ ഷൂട്ട് ചെയ്ത് കൊല്ലുകയും ചെയ്യും. അതാണ് ഇപ്പോൾ ചെയ്യാൻ പോകുന്നത്. അതുപോലെ രണ്ടുപേരും വെയിറ്റ് ചെയ്തിങ്ങനെ നിൽക്കുന്നത്. നമ്മുടെ റോയിക്ക് കുറെ നേരം ശ്വാസം പിടിച്ച് നിൽക്കാനായിട്ട് കഴിയത്തില്ല. അവൻ മുകളിലേക്ക് വരുമ്പോൾ സാർ അവനെ ഷൂട്ട് ചെയ്യുന്നതും അവൻ വെള്ളത്തിനടിയിലേക്ക് പോകുന്നു. അങ്ങനെ അവള് പതിയെ സ്വിമ്മിംഗ് പൂളിൽ നിന്ന് മുകളിലേക്ക് കയറുമ്പോഴത്തേക്കാണ് അവൻ ഇപ്പോഴും മരിച്ചിട്ടില്ല. അവൻ നേരെ മുകളിലേക്ക് കയറി വന്നിട്ടാണ് അവളോട് പറയുന്നത്, നീ എന്നെ കൊന്നിട്ട് പോയാലും
ഇവിടെയുള്ള എല്ലാവരെയും കൊന്നത് നീയാണെന്നേ മറ്റുള്ളവർ വിശ്വസിക്കൂ. കാരണം ഞാനാണ് എല്ലാവരെയും കൊന്നത് എന്ന് പറയാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു തെളിവില്ല എന്ന് പറയുമ്പോൾ കറക്റ്റ് സമയത്ത് നമ്മുടെ മൊട്ട അവിടേക്ക് എഴുന്നേറ്റ് വന്നിട്ട് കേട്ടാ സൈക്കോ വടുവാ ഞാനുണ്ട് സാക്ഷിയായിട്ട് എന്നും പറഞ്ഞ് ടപ്പേ എന്നും പറഞ്ഞിട്ട് അവനെ ഷൂട്ട് ചെയ്ത് വെള്ളത്തിലേക്ക് ഇടുന്നതും. ഇപ്പൊ അത് കഴിഞ്ഞിട്ട് അടുത്ത ദിവസമായി. ഈ ഒരു ദിവസമാണ് ഇവരെ കൂട്ടിക്കൊണ്ടു പോകാനായിട്ട് ഇവിടേക്ക് ഒരു ഹെലികോപ്റ്റർ വരുന്നത്. അങ്ങനെ കാണിക്കുമ്പോൾ ആ ഒരു ഹെലികോപ്റ്റർ ഈ ഒരു ദ്വീപിലേക്ക് വരുന്നതും ഇവർ രണ്ടുപേരും മാത്രം അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകുന്നു. അതോടെ ഈ ഒരു മൂവിയും ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു? ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു മൂവിയായിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മറ്റൊരു മൂവിയായിട്ട് ഉടനെ തന്നെ വരാം. അതുവരയ്ക്കും ബൈ.